കഴിഞ്ഞ മാസം 15-ാം തീയതി ആയിരുന്നു ഡെത്ത് ഗെയിം എന്ന ഡ്രാമയുടെ ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഡ്രാമ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഇൻട്രൊഡക്ഷൻ ഒക്കെ പറയാം. എന്നിട്ട് നിങ്ങൾക്ക് ഓർമ്മ വന്നില്ല എങ്കിൽ ഈ ഒരു ചാനലിൽ തന്നെ നമ്മൾ ഒറ്റ വീഡിയോ ആയിട്ട് ഈ ഒരു ഡ്രാമയുടെ ഫസ്റ്റ് സീസൺ ഇട്ടിട്ടുണ്ട്. സോ അതൊന്ന് പോയി കാണുക. അപ്പോൾ നമുക്ക് ഇൻട്രോയിലേക്ക് കിടക്കാം. ഈജ 7 വർഷമായിട്ട് ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടൊക്കെ ഇരുന്നിട്ടും അവന് ജോലിയൊന്നും കിട്ടാതെ ആകുമ്പോഴത്തേക്കും അതിന്റെ നിരാശയിൽ അവൻ ആത്മഹത്യ ചെയ്യുകയാണ്. മരിച്ചു കഴിയുന്ന അവനും നേരെ മരണത്തിന് മുമ്പിലേക്കാണ് എത്തുന്നത്. മരണമാകട്ടെ അവനൊരു ശിക്ഷ നൽകുന്നു. അതായത് 12 പേരായിട്ട് അവരുടെ ലൈഫിൽ ജീവിക്കുക. ആ 12 പേരും മരിക്കുവാനായിട്ട് പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ മരണത്തെ തടഞ്ഞു നിർത്തുവാനായിട്ട് ഈജയ്ക്ക് സാധിക്കുകയാണ് എങ്കിൽ ഈജയ്ക്ക് അവരായിട്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കുവാൻ സാധിക്കും. പക്ഷെ അവൻ പരാജയപ്പെട്ടു പോകുകയാണെങ്കിൽ അവനും നരകത്തിൽ എത്തിച്ചേരുന്നതാണ്. ഇനി അവന്റെ ഫസ്റ്റ് ലൈഫിൽ അവൻ ജിൻഡെ ആയിട്ടാണ് ജീവിക്കുന്നത്. ജിൻഡെ ആകട്ടെ ടൈഗാങ് എന്ന ഒരു വലിയ കമ്പനിയുടെ സിഇഒ ആണ്. പക്ഷെ ജിൻഡെ ഒരു പ്ലെയിൻ അപകടത്തിൽ കൊല്ലപ്പെടുകയാണ്. ശരിക്കും ആ ഒരു അപകടം ഉണ്ടാക്കിയത് ടൈയു പറഞ്ഞിട്ടായിരുന്നു. ടൈയും സഹോദരൻ കമ്പനിയൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നത് സഹിക്കുവാൻ സാധിക്കാതെ ആയിരുന്നു സഹോദരനെ കൊന്നിട്ടുണ്ടായിരുന്നത്. ഇനി അവൻ രണ്ടാമതായിട്ട് കയറുന്നത് ജെയ്സോബ് എന്ന വ്യക്തിയുടെ ശരീരത്തിലാണ്. ആ വ്യക്തി ആകട്ടെ ഒരു സ്പോൺസർ വലിയൊരു തുകയൊക്കെ കൊടുക്കുവാനായിട്ട് തയ്യാറാകുന്നത് കൊണ്ട് തന്നെ 8,000 മീറ്റർ ഉയരത്തിൽ നിന്നും പാരച്ചൂട്ട് പോലും ഇല്ലാതെ താഴേക്ക് ചാടുകയാണ്. പക്ഷെ ജെയ്സോബിനും കൃത്യമായി ലാൻഡ് ചെയ്യുവാൻ സാധിക്കാതെ കൊല്ലപ്പെടുകയാണ്. അവനെ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നതും ഈ ഒരു ടൈയു തന്നെ ആയിരുന്നു. ഇനി മൂന്നാമത്തെ ലൈഫിലാകട്ടെ ഹ്യുക്സു എന്ന ഒരു സ്കൂൾ കുട്ടിയുടെ ശരീരത്തിലായിരുന്നു അവൻ കയറിയിട്ടുണ്ടായിരുന്നത്. കൂടെ പഠിക്കുന്ന ജിൻസാങ് എന്ന കുട്ടിയൊക്കെ അവനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. ആത്മഹത്യയുടെ വക്കിലൊക്കെ ആയിരുന്നു ഹ്യുക്സു ഉണ്ടായിരുന്നതും. ആത്മഹത്യയുടെ വക്കിലുണ്ടായിരുന്ന ഹ്യുക്സുവിനെ ഈജ രക്ഷിക്കുകയും പിന്നീട് തന്ത്രപൂർവ്വം ജിൻസങ്ങിനെ കൊടുക്കുകയും ചെയ്യുകയാണ്. പക്ഷെ ജിൻസാങ്ങിന് അത് കണ്ട് ദേഷ്യം വരികയും ഹ്യുക്സുവിനെ ഒരു ഇഷ്ടിക വെച്ച് തല്ലിക്കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ അവിടെ നിന്നും മരിക്കുന്ന ഈജ ആകട്ടെ നാലാമതായിട്ട് ചൂഹുൺ എന്നൊരു വ്യക്തിയുടെ ശരീരത്തിലേക്കാണ് കയറുന്നത്. അവർ മൊത്തത്തിൽ ഒരു ഗുണ്ടാസെറ്റപ്പൊക്കെ നടക്കുന്ന ആൾക്കാരാണ്. അവരുടെ ഒരു ക്ലയന്റ് ആയിരുന്നു ടൈയു. ടൈയു പറഞ്ഞിട്ടായിരുന്നു ജിൻഡേനെ ജുൻഹു കൊന്നിട്ടുണ്ടായിരുന്നത്. ജുഹുണും ബോസിന്റെ ഒരു 10 ബില്യനൊക്കെ അടിച്ചു മാറ്റിയിട്ട് ഗേൾഫ്രണ്ടുമായിട്ട് മുങ്ങാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ആ ഒരു പണത്തിന് വേണ്ടി ഗേൾഫ്രണ്ട് അവനെ വെടിവെച്ചു കൊല്ലുന്നു. പിന്നീട് അവൻ കയറിയിട്ടുണ്ടായിരുന്നത് ടൈസാങ്ങിന്റെ ബോഡിയിലേക്കായിരുന്നു. ടൈസാങ് ആകട്ടെ ടൈയു കുറച്ച് പണമൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ടൈയു കൊന്നിട്ടുണ്ടായിരുന്ന ആളെ ഞാനാണ് കൊന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റസമ്മതം നടത്തിയതായിരുന്നു. ഇനി ടൈസാങ്ങും ജയിലെത്തി കഴിയുമ്പോഴത്തേക്കും സൈക്കോ കില്ലർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഷോ ഓഫ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്ന ജിൻസങ്ങിനെ നേരിട്ട് കാണുകയും പിന്നീട് അവനുമായിട്ട് കുറച്ച് വഴക്കൊക്കെ ഉണ്ടാക്കുകയും അവനെ ആകെ പേടിപ്പിച്ച് നിർത്തുകയും ചെയ്യുന്നു. അവനൊന്ന് ഹാപ്പി ആയിട്ടൊക്കെ ജീവിക്കാമെന്ന് വിചാരിച്ച് നിന്നതായിരുന്നെങ്കിൽ പോലും ഒടുവിലായിട്ട് അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് തന്നെ അവനെ കുത്തിക്കൊല്ലുകയാണ്. അതും ടൈയോ കുറച്ച് പണമൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞതിന്റെ പേരിലായിരുന്നു അവനെ കൊന്നിട്ടുണ്ടായിരുന്നത്. അടുത്ത ജന്മത്തിൽ ഒരു കുട്ടിയായിട്ടായിരുന്നു അവൻ ജനിച്ചിട്ടുണ്ടായിരുന്നത്. ആ കുട്ടിയുടെ പേരൻസ് തന്നെയാണ് അവനെ കൊല്ലുന്നതും. അതിനുശേഷം ഗുണ്യമായിട്ട് ജീവിക്കുന്ന അവനും പിന്നീട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്ന പ്രണയത്തെ തേടിയൊക്കെ എത്തുകയാണ്. അങ്ങനെ ജിൻസുവുമായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ജീവിക്കാമെന്ന് അവൻ വിചാരിക്കുമ്പോഴത്തേക്കും ആയിരുന്നു ടൈയു അവരെ രണ്ടുപേരെയും കൊന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു സ്റ്റോറിയിലെ മൊത്തത്തിലുള്ള വില്ലനായിട്ട് ടൈയു മാറിയിരിക്കുകയാണ്. അവിടെ മരമായിരുന്നു നമ്മൾ ഫസ്റ്റ് സീസണിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് സെക്കൻഡ് സീസണിലേക്ക് കടക്കാം. ഒരു കൊലപാതകയാകട്ടെ കിഡ്നാപ്പ് ഒക്കെ ചെയ്തുകൊണ്ട് വന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഞാൻ ഇയാളെ കൊല്ലുവാൻ പോകുകയാണെന്നൊക്കെ ഒരാളെ ലൈവിൽ പറയുകയാണ്. ഒരുപാട് ആൾക്കാരെ സെക്ഷലി അബ്യൂസ് ചെയ്തതിനു ശേഷം അവരെ കൊല്ലുന്ന ഒരു കില്ലർ ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ അയാളെ കൊല്ലുന്നതിൽ ഒരു തെറ്റുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇവർ അയാളെ ഉപദ്രവിക്കുന്ന വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ ഈ ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരെ മറ്റൊരാളെത്തി ഉപദ്രവിക്കുകയാണ്. നീ ആരാണെന്നൊക്കെ അവർ ചോദിക്കുമ്പോഴത്തേക്കും അയാളാകട്ടെ ഞാൻ ഒരിക്കലും നിന്നെ പോലെയുള്ള ആളല്ല എന്നായിരുന്നു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അയാളും കൊലപാതകിനെ രക്ഷിച്ചുകൊണ്ടൊക്കെ പോകുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് കൊലപാതകിയും ഞാൻ ആരാണെന്നുള്ള കാര്യമൊക്കെ നിനക്ക് അറിയാമോ? അതൊക്കെ പോട്ടെ, നീ ഇപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അതിന് മറുപടിയായിട്ട് അയാളും ഒരു പെയിന്റർ ആണെന്നുള്ള കാര്യമൊക്കെ പറയുന്നു. അയാളാകട്ടെ പെയിന്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു മെറ്റീരിയലൊക്കെ അന്വേഷിച്ച് പോകുകയാണെന്നായിരുന്നു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനൊരു കൊലപാതകയാണെന്ന് അറിഞ്ഞിട്ടും നീ എന്തിനാണ് എന്നെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ആ കൊലപാതകി ചോദിക്കുമ്പോഴത്തേക്കും എന്റെ മെറ്റീരിയൽസ് ആരും തന്നെ നശിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നൊരു മറുപടി ആയിരുന്നു അവൻ കൊടുക്കുന്നതും. മൊത്തത്തിൽ എന്തൊക്കെയോ അപാകതയൊക്കെ തോന്നുന്ന കില്ലറും ഇവിടെ എന്നെ ഇറക്കി വിട്ടേക്ക്, എന്റെ വീട് ഇവിടെ അടുത്താണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇറങ്ങുവാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരാളും വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. മാത്രമല്ല നീ എന്തിനാണ് എന്നോട് കള്ളം പറയുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവന്റെ കണ്ണിൽ തന്നെ നോക്കിയിരിക്കുമ്പോഴത്തേക്കും അവനും വല്ലാതെ പേടിക്കുന്നു. പെട്ടെന്ന് തന്നെ അവന്റെ ബോധവും പോകുന്നു. കില്ലർ പിന്നീട് കണ്ണു തുറക്കുമ്പോഴത്തേക്കും ആരോ ഒരാൾ അവനെ കെട്ടിയിട്ടിരിക്കുകയാണ്. മാത്രമല്ല അവന്റെ ചുറ്റും ഒരുപാട് ക്യാൻവാസുകളുമുണ്ട്.
ഞാനും ഒരു കില്ലറാണെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ ഒരു പെയിന്റർ ഇപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അയാളാകട്ടെ നിന്നെ ഞാൻ കൊല്ലുവാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന തടിയൊക്കെ അറക്കുന്ന മെഷീനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ കാലുകൾ മുറിക്കുന്നു. കാല് മുറിക്കുന്നതിനിടയ്ക്ക് തെറിച്ചു വീണിട്ടുണ്ടായിരുന്ന രക്തമൊക്കെ കൃത്യമായി ക്യാൻവാസിൽ വീഴുന്നതൊക്കെ നോക്കി അവനും ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. അവിടം കൊണ്ട് ആ ഒരു സീനൊക്കെ കട്ടാക്കുകയാണ്. പിന്നീട് ഈച്ചനെയാണ് കാണിക്കുന്നത്. ഈച്ച ആകട്ടെ ടൈയോന്റെ കൈ കൊണ്ട് ഇപ്പോൾ കൊല്ലപ്പെട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഈച്ചയ്ക്ക് ടയ്യോനെ കൊല്ലുവാൻ അതിയായ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനു മുമ്പായിട്ട് മരണത്തെ കൊല്ലുവാനായിട്ട് അവനും മരണത്തിന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കൊക്കെ വെച്ചിട്ട് അവളെ തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഇനി ഈച്ചയ്ക്കും ടയ്യോന്റെ അടുത്തേക്ക് തിരിച്ചു പോകണമല്ലോ. അതിനു വേണ്ടിയിട്ട് അവൻ സ്വന്തമായിട്ട് ഷൂട്ട് ചെയ്യുവാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അതിന്റെ അകത്ത് ബുള്ളറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കാണ് മരണവും നിനക്ക് എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് തിരിച്ചെത്തുന്നത്. നിന്നെ ഞാനിപ്പോൾ കൊന്നതല്ലേ ഉള്ളൂ, നീ ഇത്ര പെട്ടെന്ന് മരിച്ചിട്ട് തിരിച്ചെത്തിയോ എന്നൊക്കെ അവനും മരണത്തിനോട് ചോദിക്കുന്നു. നീ അല്ലാതെ മറ്റാരും ഇങ്ങനെ ചിന്തിക്കുകയില്ല. തീയാകട്ടെ ഒരിക്കലും കത്തുന്നില്ല, വെള്ളമാകട്ടെ ഒരിക്കലും നനയുകയില്ല. മരണം അത്രയും പറയുമ്പോഴത്തേക്കും അവനും മരണം ഒരിക്കലും മരിക്കുകയില്ല എന്ന കാര്യം മനസ്സിലാക്കുന്നു. ഞാൻ മരിച്ച ഓരോ മരണങ്ങളും ടൈയുമായിട്ട് റിലേറ്റ് ചെയ്തതായിരുന്നു. നീയാകട്ടെ ഒരു ബുക്കൊക്കെ വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ജിസു മരിക്കുന്നതിനെ കുറിച്ചും ആ ഒരു ബുക്കിലൊക്കെ ഉണ്ടായിരുന്നോ എന്നൊക്കെ അവനും ചോദിക്കുകയാണ്. നീ ദൈവമാണെങ്കിൽ പോലും ഈ ചെയ്തത് ക്രൂരതയാണെന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും ഞാൻ ഒരിക്കലും ദൈവമല്ല. പിന്നെ ഈ ഒരു രൂപത്തിൽ ഞാൻ എത്തിയിട്ടുള്ളത് മനുഷ്യരുമായിട്ട് സംസാരിക്കുവാനായിട്ടാണ്. എനിക്ക് ഏത് രൂപത്തിലേക്ക് വേണമെങ്കിലും മാറുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഭയാനകമായിട്ടുള്ള ഒരു രൂപത്തിലേക്കൊക്കെ അവൾ മാറിയിരിക്കുകയാണ്. പിന്നീട് അവളും ജിസുവിന്റെ രൂപത്തിലൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും ഈച്ചയും മുമ്പിലുള്ളത് ജിസു തന്നെയാണെന്ന് ഒരു നിമിഷത്തേക്കൊക്കെ തെറ്റിദ്ധരിക്കുന്നു. ഇത്രയും നാളും ഈച്ച ദേഷ്യപ്പെട്ടൊക്കെ ആയിരുന്നു മരണത്തിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നതെങ്കിലും ഇപ്പോൾ ജിസുവിന്റെ രൂപത്തിലേക്ക് മരണം എത്തി കഴിയുമ്പോഴത്തേക്കും പഴയ രൂപത്തിലേക്ക് ആകുവാനായിട്ടൊക്കെയാണ് ഈച്ച ആവശ്യപ്പെടുന്നത്. ജിസുവിന്റെ മുഖമൊക്കെ കണ്ട് കഴിയുമ്പോൾ എല്ലാം തന്നെ അവനാണ് ആ ഒരു മരണത്തിന് ഉത്തരവാദി എന്ന തോന്നലൊക്കെ അവന്റെ ഉള്ളിലും ഉണ്ടാക്കുകയാണ്. ജിസു ശരിക്കും ആ ഒരു ദിവസം അവിടെ വെച്ച് കൊല്ലപ്പെടേണ്ട ആളായിരുന്നു. ഇതെല്ലാം തന്നെ നേരത്തെ നിയോഗിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളാണെന്നൊക്കെ മരണവും അവനോട് പറയുന്നു. ഇത്തവണ അവനും ടയ്യോനെ കൊല്ലുവാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ്. പക്ഷെ നീ ആരെങ്കിലും കൊല്ലുവാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതിന്റെ ഇടയിൽ ഇടപെടുമെന്നൊക്കെ മരണവും അവനോട് പറയുന്നു. നീ ഒരിക്കലും റൂൾസ് തെറ്റിക്കുവാനായിട്ട് പാടില്ല എന്നൊക്കെ മരണം അവനോട് പറയുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും തോൽക്കുമെന്ന് ഉറപ്പുള്ള യുദ്ധത്തിൽ പോലും മനുഷ്യർ പങ്കെടുക്കാറുണ്ട് എന്ന കാര്യം അവനും ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യർ എപ്പോഴും ഇങ്ങനെയാണ്. അവർക്ക് എത്രത്തോളം വാർണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അവർക്ക് ഒരു കാര്യങ്ങളും മനസ്സിലാക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മരണവും അവനെ പുച്ഛിക്കുന്നു. എന്തായാലും അവനു വേണ്ടി പുതിയൊരു ബുള്ളറ്റ് ഒന്നും നശിപ്പിക്കുവാനായിട്ട് മരണം തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ബുള്ളറ്റ് വെച്ചിട്ട് തന്നെ മരണവും അവനെ കൊല്ലുന്നു. ഇത്തവണ അവൻ കണ്ണു തുറന്ന് കഴിയുമ്പോഴത്തേക്കും നേരെ കുറെ ബ്ലഡ് ഒക്കെയാണ് കാണുന്നത്. പിന്നെ കണ്ണാടിയിൽ നോക്കി കഴിയുമ്പോഴത്തേക്കും നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന പെയിന്റർ ആയിട്ടുണ്ടായിരുന്ന ഒരു കില്ലർ ഉണ്ടല്ലോ, അയാളുടെ രൂപമാണ് അവൻ കാണുന്നത്. ഏജെ മറ്റൊരു റൂമിലൊക്കെ എത്തി നോക്കുമ്പോഴത്തേക്കും അവിടെയാകട്ടെ ഒരുപാട് പെയിന്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു പെയിന്റിംഗ് എല്ലാം തന്നെ മരണത്തെ തൊട്ടു മുമ്പിൽ കാണുന്ന ആളുകളുടെ രീതിയിലുള്ള പെയിന്റിംഗ് ആയിരുന്നു. പിന്നീട് രക്തത്തുള്ളികളൊക്കെ കെട്ടിക്കിടക്കുന്ന ഒരു ക്യാൻവാസും ഒരുപാട് ബ്ലഡ് ഒക്കെ ഉള്ള ഒരു ബക്കറ്റും ആ ഒരു ബക്കറ്റിന്റെ ബ്ലഡിന്റെ അകത്ത് നിന്നും ആ ഒരു ഓർമ്മകളും കൂടി അവന്റെ അടുത്തേക്ക് വരികയാണ്. ഈ ഒരാളുടെ പേരാണ് ഗ്യൂച്ചോൾ. ഗ്യൂച്ചോളും ഒരു സാധാരണ കുടുംബത്തിലേക്ക് ആയിരുന്നു ജനിച്ചിട്ടുണ്ടായിരുന്നത്. നന്നായി അവന് പെയിന്റിംഗ് ഒക്കെ ചെയ്യുവാനായിട്ട് സാധിക്കുമായിരുന്നു. എങ്കിൽ പോലും അവൻ പലപ്പോഴും മരിച്ചു കിടക്കുന്ന മൃഗങ്ങളുടെയൊക്കെ ചിത്രങ്ങളായിരുന്നു വരച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഒരിടത്തു നിന്നും അവന് യാതൊരു വിധത്തിലുള്ള അംഗീകാരങ്ങളും ലഭിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവന്റെ കൺമുമ്പിൽ വെച്ച് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയാണ്. അവൾ മരിക്കുന്നതിന് തൊട്ടു മുമ്പിൽ നിൽക്കുന്ന ആ ഒരു കാഴ്ചയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും അവന്റെ ഉള്ളിലും സന്തോഷമൊക്കെ ആയിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതും ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്തിട്ട് അവൻ ആ ഒരു ചിത്രമൊക്കെ വരയ്ക്കുകയാണ്. ആ ഒരു ചിത്രമാകട്ടെ വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയും അത് ഒരുപാട് തുകയ്ക്കൊക്കെ വിറ്റുപോകുകയും ചെയ്തു. പിന്നീട് അവനും ജോലിയോടുള്ള ആത്മാർത്ഥത കാരണം ഒരുപാട് ആൾക്കാരെ കൊല്ലുകയാണ്. അങ്ങനെ ഇവൻ കൊന്നതിന് ശേഷം വരയ്ക്കുന്ന പെയിന്റിംഗ് ഒക്കെ വലിയൊരു വിലയ്ക്ക് തന്നെ വിറ്റുപോകുന്നു. ഇതിനു മുമ്പാകട്ടെ ഈ ഗുണ്ണിയുടെ ബോഡിയിൽ കയറിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പത്രമൊക്കെ അവൻ വായിച്ചിട്ടുണ്ടായിരുന്നു. പത്രത്തിലും ഒരു സീരിയൽ കില്ലറിനെ കുറിച്ചൊക്കെ എഴുതിയ വാർത്ത ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാകട്ടെ ഈജയും ആ ഒരു സീരിയൽ കില്ലറിന്റെ ബോഡിയിലാണ് ഉള്ളത്. അങ്ങനെ കഴിഞ്ഞ 15 ചിത്രങ്ങളിലൂടെ അവൻ 15 പേരെയൊക്കെ കൊന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഈജ സ്വന്തം കണ്ണുകൾ കൊണ്ട് തന്നെ കാണുകയാണ്. അവനും ആ ഒരു ഷോക്കിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അടുത്തുണ്ടായിരുന്ന റൂമിൽ നിന്നും ഒരു ഡോളിനെയൊക്കെ കാണുമ്പോഴത്തേക്കും ജിസു മരിച്ചു കിടക്കുന്നത് കാണുവാനായിട്ട് മറിയോണിറ്റിനെ പോലെയാണ് തോന്നിക്കുക എന്നൊക്കെ ടയ്യു പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് ഈജി ഓർക്കുന്നു. ഇനി ഒരുപാട് ആയുധങ്ങൾക്കിടയിൽ നിന്നും ഒരു ആയുധമൊക്കെ എടുത്തതിന് ശേഷം ഈ ഒരു പിശാചിനെ കൊണ്ട് ഞാൻ ആ പിശാചിനെ കൊല്ലിക്കുമെന്നൊക്കെ ഈജയും പറയുകയാണ്. ഈജയും ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്ന രീതിയിലുള്ള ഒരു മരണമൊക്കെ ടയ്യുന് കൊടുക്കുവാനായിട്ട് തീരുമാനിക്കുന്നു. ഇനി ടയ്യുനെ കാണിക്കുമ്പോഴത്തേക്കും അവനും ഷൂട്ടിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുകയാണ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിനിടയ്ക്ക്
കൂടെ ഉണ്ടായിരുന്ന ഒരാളെ കൊല്ലുന്നതിന്റെ വക്കിൽ വരെ അവൻ എത്തുന്നുണ്ടെങ്കിലും പിന്നീട് അവൻ അവന്റെ മൈൻഡൊക്കെ മാറ്റുന്നു. അവനും ചെറിയൊരു ബേർഡിനെയൊക്കെ വെടിവെച്ചു കൊന്ന് സമാധാനപ്പെടുന്നു. ഈജയും നേരത്തെ ഗുണിയും ജിസുവും മരിച്ച സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഗുണിയു ഈജയാണെന്നൊക്കെ തുറന്നു പറഞ്ഞ അന്നായിരുന്നു ടയ്യും അവനെ വണ്ടി ഇടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവനും നടന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെ കുറിച്ച് ഒന്നും കൂടി ഒന്ന് ആലോചിച്ചു നോക്കുന്നു. ഈജയും അവിടെ ഉണ്ടായിരുന്ന ഒരു ഓടയൊക്കെ തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിന്റെ അകത്ത് നിന്നും ജിസുവിന്റെ ആ ഒരു പേനയൊക്കെ അവന് കിട്ടുന്നു. അപകടമൊക്കെ നടന്നിട്ടുണ്ടായിരുന്ന അന്ന് ടയ്യു മദ്യപിച്ചിട്ടില്ലായിരുന്നെങ്കിൽ പോലും അവൻ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടെ ഉണ്ടായിരുന്ന അഡ്വക്കേറ്റിനോട് ഈ ഒരു കേസൊക്കെ ഏറ്റെടുക്കാമോ എന്ന് ചോദിക്കുന്നുമുണ്ട്. നിന്നെ ഞാൻ ഞങ്ങളുടെ കമ്പനികളിൽ ഒന്നിന്റെ സിഇഒ ഒക്കെ ആക്കി മാറ്റുന്നതായിരിക്കുമെന്നൊക്കെ ടയ്യു പറയുമ്പോഴത്തേക്കും അഡ്വക്കേറ്റും കാറിലുണ്ടായിരുന്ന ഫൂട്ടേജസ് എല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഓടയിലൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവനും അപ്പോൾ തന്നെ ആംബുലൻസിനെയൊക്കെ കോൾ ചെയ്തതിനു ശേഷം ആക്സിഡന്റ് നടന്നതിനെ കുറിച്ചും പറയുന്നു. ഇനി ജിസുവിന്റെ പേനയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ടയ്യുവും ജിസുവിന്റെ ഡെഡ് ബോഡിയൊക്കെ കാണുവാനായിട്ട് മരിയോണറ്റിനെ പോലെയാണ് തോന്നിക്കുക എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവളുടെ ആ ഒരു പേനയും അതേ ഓടയിലേക്ക് തന്നെ എറിയുന്നു. ഈജ മരിക്കുന്നതിന് മുമ്പ് ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ കണ്ടതായിരുന്നു. ഇപ്പോൾ ആകട്ടെ അവനും ടയ്യൂനെ കൊല്ലുവാനായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ടയ്യൂന്റെ കമ്പനിയിൽ എത്തിയിരിക്കുകയാണ്. ഒരു റിപ്പോർട്ടർ ആണെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ടയ്യൂനെ കാണുവാനായിട്ട് അവൻ എത്തിയിട്ടുണ്ടായിരുന്നത്. ടയ്യു ആകട്ടെ ഒരു ബിസിനസ് ട്രിപ്പിനൊക്കെ പോയിരിക്കുകയാണെന്നും അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് പറയുന്നു. പക്ഷെ ടയ്യു അപ്പോൾ അവിടെ നിന്ന് പോകുവാനായിട്ട് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനും ടയ്യൂനെ കണ്ടതിന് ശേഷം അവരുടെ കമ്പനിയിലെ സ്റ്റാഫ്സിന് വേണ്ടിയിട്ടാണ് ആ ഒരു സെമിനാർ ഒക്കെ നടത്തുന്നതെന്നും ഉറപ്പായിട്ടും അതിലേക്ക് ടയ്യു പോകണമെന്നും ഒക്കെ ആവശ്യപ്പെടുകയാണ്. ഇനി ടയ്യും ലിഫ്റ്റിലൊക്കെ കയറി കഴിയുമ്പോഴത്തേക്കും കുറച്ച് സ്റ്റാഫ്സ് ലിഫ്റ്റിന് വെളിയിലായിട്ടൊക്കെ നിൽക്കുന്നു. പക്ഷെ അവനും അവനെ കൂടി ലിഫ്റ്റിന്റെ അകത്തേക്കൊക്കെ ക്ഷണിക്കുകയാണ്. അച്ഛനും കുറച്ച് അകലെ നിന്നുകൊണ്ട് അവനെ നിരീക്ഷിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇനി സൈക്കോപാത്തുകളെ കുറിച്ചായിരുന്നു ആ ഒരു സെമിനാറിൽ പറഞ്ഞുകൊണ്ട് വരുന്നത്. അമേരിക്കയിലെ സക്സസ്ഫുൾ ആയിട്ടുള്ള 1000 സിഇഒസിന്റെ കണക്കൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിൽ 21% സിഇഒമാരും സൈക്കോപാത്തിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ കാണിക്കുന്നവരാണ് എന്ന് ആ ഒരു മീറ്റിംഗ് ഒക്കെ നടത്തുന്നിടത്ത് ആള് പറയുകയാണ്. സൈക്കോപാത്തുകൾ എപ്പോഴും ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കണമെന്നൊന്നുമില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ ഒരു എമ്പതി ഒന്നും ഉണ്ടാക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യം ചെയ്യുന്നതിലും അവർക്കൊരു മടിയും ഉണ്ടാക്കുകയില്ല. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും പലരും ലൈഫിൽ സക്സസ്ഫുൾ ആകുക. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ സക്സസ് ആയവരുടെ ലിസ്റ്റ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും അതിൽ സൈക്കോപാത്സ് കൂടുതലായിട്ടുള്ളത്. നമുക്ക് ഈ സൈക്കോപാത്തിന്റെ ടെസ്റ്റ് ഒക്കെ നടത്തുവാനായിട്ട് സിഒനെ കൂടി ക്ഷണിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളും സിഒയോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. ആളുകളുടെ മുഖത്തെ ഭാവവ്യത്യാസമൊക്കെ അവന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് അറിയുവാനായിട്ടായിരുന്നു ഈ ഒരു ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഒന്ന് രണ്ട് ചോദ്യത്തിന് ശേഷം ആങ്കറും അവന് സൈക്കോപാത്തിന്റെ ഒരു രീതിയിലുള്ള സ്വഭാവവും ഇല്ല എന്നൊക്കെ പറയുന്നു. ഈ ജിം ടി വി ഒക്കെ നോക്കുമ്പോഴത്തേക്കും ടി വിയിലാകട്ടെ ഈ ഓരോരോ സ്ഥലത്തൊക്കെ പോകുന്നതിനെ കുറിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് അവന്റെ മൂക്കിൽ നിന്നും ബ്ലഡ് ഒക്കെ വരികയും ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നു. അവൻ ഹോസ്പിറ്റലിലേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കുമാണ് അവന് ബ്രെയിൻ ട്യൂമർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. മാത്രമല്ല ട്രീറ്റ്മെന്റ് എടുക്കേണ്ട സമയം പോലും കഴിഞ്ഞിരിക്കുകയാണ്. അതൊക്കെ മനസ്സിലാക്കുന്ന അവനും ഒരു വലിയ ചിരിയൊക്കെ ചിരിച്ചതിന് ശേഷം ഇനി ഞാൻ എത്ര കാലം ജീവിച്ചിരിക്കുമെന്നൊക്കെ ഡോക്ടറിനോടും ചോദിക്കുന്നു. ഡോക്ടറും 1 മാസം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് ധാരാളമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനും അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. എത്രയും വേഗം ടൈ താമസിക്കുന്ന സ്ഥലമൊക്കെ കണ്ടെത്തണമെന്നായിരുന്നു ഈച്ചയുടെ അടുത്ത ആഗ്രഹം. അങ്ങനെ ഇരിക്കെയാണ് അവനൊരു കോളൊക്കെ വരുന്നത്. ഈച്ച ഇപ്പോൾ ഉള്ളത് ഗ്യൂച്ചോളിന്റെ ബോഡിയിലൊക്കെ ആണല്ലോ. ഗ്യൂച്ചോൾ ഇതിനു മുമ്പ് ഒരു ചിത്രമൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ചിത്രമൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വാശി പിടിക്കുകയാണ്. ആ ഒരു ചിത്രമൊന്നും വിൽക്കുവാനായിട്ട് വെച്ചിട്ടുള്ളതല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അയാളും അത് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ സ്റ്റാഫ് പറയുമ്പോഴത്തേക്കും ആ വ്യക്തി ആരാണ് എന്നൊക്കെ ഈ ജിം ചോദിച്ചു പോകുന്നു. ടൈഗാങ്ങിന്റെ സിഒ ആയിട്ടുള്ള ടയ്യു ആയിരുന്നു അതേ എന്നൊക്കെ സ്റ്റാഫ് പറയുമ്പോൾ തന്നെ ടയ്യുവിനെ കാണുവാനായിട്ട് ഈജയും പോകുന്നു. അങ്ങനെ ഇരിക്കെ ടയ്യുവും ഈജനെ കണ്ടുമുട്ടുകയാണ്. ഈ ഒരു വർക്കിനെ കുറിച്ച് കൂടുതലായിട്ടൊക്കെ പറയാമോ എന്ന് ടയ്യു ചോദിക്കുമ്പോഴത്തേക്കും ഈജ ആകട്ടെ ഇത് 5 പേരുടെ രക്തം കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു വർക്കാണ്. ദൈവത്തിന്റെ കൈകൊണ്ടായിരുന്നു അവരുടെ മരണം നടന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ തെളിയിക്കുവാനായിട്ടാണ് ഈ ഒരു ചിത്രമൊക്കെ താൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഈജ പറയുമ്പോഴത്തേക്കും ദൈവം എന്ന് അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അവനെ തന്നെയാണെന്നുള്ള കാര്യമൊക്കെ ടയ്യുവിനും മനസ്സിലാകുന്നു. നിനക്ക് മാത്രമാണ് ഞാൻ പറയാതെ തന്നെ ഈ ഒരു വർക്കിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നമ്മൾ ഒരുപോലെയാണ്, അല്ലെങ്കിലും ഒരുപോലെയുള്ള ആളുകളാണല്ലോ അട്രാക്ട് ഒക്കെ ചെയ്യുക എന്നൊക്കെ അവനും പറയുന്നു. നീയും എന്നെ പോലെ തന്നെ സ്വയം ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നെ പോലെ തന്നെ നീയും കൊലപാതകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപോലെ ആണ് എന്നൊക്കെ ഈച്ച പറയുമ്പോഴത്തേക്കും ടയ്യും അവനെ ഞെട്ടലോടുകൂടി തന്നെ ഒന്ന് നോക്കുന്നു. പിന്നീട് ഈജയും ഞാനൊരു തമാശക്കൊക്കെ ആയിരുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞ് അതൊരു തമാശയാക്കി മാറ്റുവാനായിട്ട് ശ്രമിക്കുന്നു. എക്സിബിഷൻ സെന്ററിൽ നിന്നും എല്ലാവരും പോയെന്നൊക്കെ ഉറപ്പാക്കുമ്പോഴത്തേക്കും ഈജയും ടയ്യുനെ കൊല്ലുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും നീ ആരെങ്കിലും കൊല്ലുവാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാനും അതിനിടയിൽ ഇടപെടുമെന്നൊക്കെ മരണം പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് അവനും ഓർക്കുന്നു. അപ്പോഴേക്കും ടയ്യുന്റെ സെക്രട്ടറി അവിടെ എത്തിയിട്ട് ടയ്യുനെ വിളിച്ചുകൊണ്ട് പോകുവാനൊക്കെ നോക്കുകയാണ്.
നീയും ഈ ഒരു വർക്ക് വിൽക്കുന്നില്ലല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ടൈ പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ ഈ ഒരു വർക്കൊക്കെ നിനക്ക് വിൽക്കുകയാണെങ്കിൽ നീ അത് എവിടെയായിരിക്കും വെക്കുക എന്നൊക്കെ ടൈയുടെ അടുത്ത് ഈജ ചോദിക്കുകയാണ്. നീ ഇത് എനിക്ക് വിൽക്കുകയാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിലായിരിക്കും ഈ വർക്ക് വെക്കുക എന്നൊക്കെ ടൈ പറയുമ്പോഴത്തേക്കും എവിടെയാണോ ഈ ഒരു വർക്ക് ഇരിക്കുക ആ ഒരു സ്ഥലം അനുസരിച്ചായിരിക്കും ഇതിന്റെ വാല്യൂ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർക്ക് നിനക്ക് വിൽക്കുവാനായിട്ട് എനിക്ക് സമ്മതമാണ്. ഞാൻ തന്നെ ഈ വർക്ക് നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ചോളാം എന്നൊക്കെ ഈച്ചയും പറയുന്നു. ടൈയോന് വേണ്ടി ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു മരണമൊക്കെ ആയിരുന്നു ഈജ കാത്തുവെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ ഞാൻ ആരെയെങ്കിലും കൊല്ലുവാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ മരണവും അതിനിടയിൽ ഇടപെടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഒരുപക്ഷെ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് മരണം വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കുമോ എന്നൊക്കെ അവനും സംശയിക്കുകയാണ്. ടൈയു ഇപ്പോൾ പള്ളിയിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. ചിന്തയുടെ മരണത്തിന് ശേഷമുള്ള കുറച്ച് ചടങ്ങുകളൊക്കെ ആയിരുന്നു പള്ളിയിൽ നടക്കുന്നത്. അങ്ങനെ ഇരിക്കെ ജിൻഡോട് ഇതിനു മുമ്പ് സംസാരിച്ച ഒരു കാര്യത്തെക്കുറിച്ചും അവൻ ഓർക്കുന്നു. കുട്ടിയായിരിക്കുന്ന സമയത്ത് ചിന്ത ഒളിച്ചു കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പോഴത്തേക്കും ആ റൂമിലായിരുന്നു അവരുടെ വീട്ടുജോലിക്കാരിയുടെ കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നത്. ഇത് ഭയങ്കരമായിട്ട് ശബ്ദമൊക്കെ ഉണ്ടാക്കുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ടയ്യുവും ആ ഒരു റൂമിലേക്ക് വരികയും ആ കുഞ്ഞിനെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ കുറച്ച് ആൾക്കാരൊക്കെ നടന്നു വരുന്ന ഒച്ചയൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കുമാണ് അവനും ആ കുഞ്ഞിനെ അവിടെ തന്നെ ഇട്ടേച്ച് ഓടുന്നത്. അന്ന് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ചിന്തയും നേരിട്ട് കണ്ടതായിരുന്നു. അങ്ങനെയിരിക്കെ ആ ഒരു കുഞ്ഞ് മരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ പോലും അതിന് ഒരുപാട് ശസ്ത്രക്രിയയൊക്കെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ അച്ഛന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നീ ഇപ്പോഴും ആ ഒരു കുഞ്ഞിന്റെ കരച്ചിലൊക്കെ കേൾക്കാറില്ലേ? അതുകൊണ്ടല്ലേ നീയും ആ ഒരു പേനയ്ക്കകത്ത് കുറച്ച് മരുന്നുകളൊക്കെ കൊണ്ടുവന്ന് നടക്കുന്നത് എന്നൊക്കെ ജിൻഡയും ചോദിക്കുന്നു. നിന്റെ ഹൃദയം ഇപ്പോഴും വീക്കാണ്. അതുകൊണ്ടാണ് ആ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ പോലും നിനക്ക് സഹിക്കുവാനായിട്ട് സാധിക്കാത്തതെന്നൊക്കെ ജിൻഡ പറയുമ്പോഴത്തേക്കും നീ വിചാരിക്കുന്നതിനേക്കാളും സ്ട്രോങ് ആണ് എന്റെ ഹൃദയം. അതുകൊണ്ടാണ് നിന്നെ ഇപ്പോഴും ഞാൻ ജീവനോടൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ആ ഒരു കുഞ്ഞ് കരയുന്നതല്ല ഞാൻ കേൾക്കുന്നത്. മറിച്ച് അതിനെ കൊല്ലാമോ എന്നൊക്കെ ചോദിക്കുന്നതാണ് ഞാൻ കേൾക്കുന്നത്. എനിക്ക് അവനെ കൊല്ലുവാനായിട്ട് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും മരുന്നൊക്കെ കഴിച്ചിട്ട് എല്ലാം കൺട്രോൾ ചെയ്ത് നടക്കുന്നതെന്നൊക്കെ ആയിരുന്നു ടൈയോ അതിന് മറുപടിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നതും. ടൈയോന്റെ ആ ഒരു മറുപടിയൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ചിന്തയും ഒരുപാട് പേടിക്കുന്നു. ഞങ്ങളുടെ ഫാമിലിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് തന്നെ ആയിരുന്നു ചിന്റെ. അവൻ ഞങ്ങളെ വിട്ട് പോയതിൽ ഞങ്ങൾക്ക് ഇപ്പോഴും വിഷമമൊക്കെ ഉണ്ട് എന്ന് അച്ഛനും പറയുകയാണ്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ആരും തന്നെ ഇതുവരെയായിട്ടും ചിന്തനെ മറന്നിട്ടില്ല എന്നൊക്കെ ഓർക്കുമ്പോൾ ടയോന് കൂടുതലായിട്ടൊക്കെ ദേഷ്യം വരികയും കുറെ മരുന്നൊക്കെ വാരി കഴിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ ആയിരുന്നു സെക്രട്ടറിയും ടയോനെ ഒന്ന് കോൾ ചെയ്യുന്നത്. അതായത് ഇതിനു മുമ്പ് ടയോ ഒരു സെമിനാർ ഒക്കെ കൂടിയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു സെമിനാർ ശരിക്കും പറയുകയാണെങ്കിൽ ടയോന്റെ അച്ഛൻ പറഞ്ഞിട്ട് നടത്തിയ ഒന്നായിരുന്നു. ഇപ്പോൾ കണ്ണുപോലും കാണാതെയാണ് ടയ്യുവും വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്നത്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു പോലീസ് ഓഫീസറിനെ കാണിക്കുകയാണ്. അതായത് നേരത്തെ ടയ്യു ഒരാളെ വണ്ടിയൊക്കെ ഇടിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ടൈസാങ് ആ ഒരു കുറ്റമൊക്കെ ഏറ്റെടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ അവൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് കുറ്റസമ്മതവും നടത്തി. സോ ആ ഒരു പോലീസ് ആയിരുന്നു ആൻ. ആനിന്റെ കൂടെ ആനിന്റെ ജൂനിയർ ആയിട്ടുള്ള ജീഹുണുമുണ്ട്. ജീഹുന്റെ ഒപ്പമുള്ളത് സീനിയർ ആണെങ്കിൽ പോലും അവനും ഒട്ടും തന്നെ റെസ്പെക്ട് ഒന്നും ചെയ്യാതെയാണ് സീനിയറിന്റെ അടുത്ത് സംസാരിക്കുന്നത്. അതിനുള്ള റീസൺ ഒക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഇവരിങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആയിരുന്നു ടയ്യു വളരെയധികം സ്പീഡിൽ കാറിലൊക്കെ പോകുന്നത്. അത്രത്തോളം സ്പീഡിലൊക്കെ ഒരാൾ പോകുമ്പോഴത്തേക്കും ജീഹുണിനെ നോക്കി നിൽക്കുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല. അവനും നേരെ കാറും എടുത്തിട്ട് ടയ്യുവിനെ ഫോളോ ചെയ്തു പോകുന്നു. കുറെ ദൂരമൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും പിന്നീട് മുന്നോട്ട് പോകുവാനായിട്ട് വഴി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ടയ്യുവിനും വണ്ടിയൊക്കെ നിർത്തേണ്ടതായിട്ട് വരികയാണ്. ടയ്യു വളരെയധികം സ്പീഡിലൊക്കെ ആയിരുന്നു വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നീ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചീഹുണും അവൻ മദ്യപിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. പക്ഷെ അവൻ മദ്യപിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവൻ ഓവർ സ്പീഡിലൊക്കെ ആണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫൈൻ ഒക്കെ കൊടുത്തിട്ട് വിടുവാനായിട്ടൊക്കെ ചിഹുൺ നോക്കുമ്പോഴത്തേക്കും അവന്റെ കൈകൾ വിറയ്ക്കുന്നതൊക്കെ ചിഹുൺ ശ്രദ്ധിക്കുന്നു. ടയ്യു മദ്യപിച്ചിട്ടില്ല എന്ന കാര്യമൊക്കെ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അവൻ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയമൊക്കെ ജിഹുണിന് വരികയാണ്. അതുകൊണ്ട് തന്നെ ജിഹുണും ടയ്യുവിനെ കാറിൽ നിന്നും പുറത്തിറക്കുന്നു. ജിഹുണും ജിഹുന്റെ പേരെല്ലാം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ടയ്യുവും ആരെയോ കോളൊക്കെ ചെയ്യുകയായിരുന്നു. അപ്പോഴേക്കും അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന ആനും അത് ടയ്യു ആണ്, നീ അവനെ ഒന്നും ചെയ്യണ്ട, ഇതങ്ങ് വിട്ട് കളഞ്ഞേക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ജിഹുണിനെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ടൊക്കെ നോക്കുന്നു. ടയ്യു വിളിച്ചിട്ടുണ്ടായിരുന്നത് കമ്മീഷണറൊക്കെ ആയിരുന്നു. ഞാൻ വണ്ടി കുറച്ച് സ്പീഡിലൊക്കെ ഓടിച്ചു വന്നു, അത്ര മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. പക്ഷേ ജിഹുൺ എന്ന പേരുള്ള ഒരു പോലീസ് ആകട്ടെ എന്നെ പിടിച്ചു നിർത്തിയിട്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ കൊണ്ടുപോയേ മതിയാകും എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുകയാണ്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അങ്ങ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ഫോൺ കോളും ടയ്യു നേരെ ജിഹുന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അതൊന്നും കാര്യമാക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമ്മീഷണറും ജിഹുണിനോട് ക്ഷമ ചോദിക്കുവാനായിട്ടൊക്കെ ആവശ്യപ്പെടുന്നു. ജിഹുണും ക്ഷമ ചോദിച്ചതിന് ശേഷം നിങ്ങൾ എന്നാൽ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് ജിഹുൺ പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ടയ്യുവും അതിനെ അങ്ങനെ വിടുവാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ടയ്യു ആകട്ടെ
ചിഹുൺ അടിക്കുന്നു. ആനും പതിയെ ടയ്യൂന്റെ അടുത്തേക്കൊക്കെ വരുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും നിനക്ക് ജോലിയൊന്നും പോകേണ്ട എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിന്നാൽ മതി എന്നൊക്കെ ടയ്യു പറയുമ്പോഴത്തേക്കും ആനും ആ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. ടയ്യു ഒന്നോ രണ്ടോ തവണയൊന്നും ആയിരുന്നില്ല ചിഹുണിനെ ഒരുപാട് തവണ തല്ലുന്നു. അതിനുശേഷം കയ്യിലുണ്ടായിരുന്ന കുറെ പണമൊക്കെ അവന്റെ നേർക്ക് വലിച്ചെറിയുകയാണ്. ആനും ഒരു രീതിയിലും പ്രതികരിക്കാതൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ നിന്നെ പോലെയുള്ള ആളുകളെയാണ് എനിക്ക് ശരിക്കും ഇഷ്ടമുള്ളത് എന്നൊക്കെ ടയ്യു ആന്റെ അടുത്ത് പറഞ്ഞതിന് ശേഷം പോകുന്നു. ടയ്യു നേരെ വീട്ടിലേക്കൊക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നെങ്കിലും അവിടെ ടയ്യുവിനെ കാത്ത് ഈച്ച നിൽപ്പുണ്ടായിരുന്നു. ഈച്ചയും സംസാരിക്കുന്നതിനിടയ്ക്ക് അവന്റെ ഷൂസ് ഒക്കെ ടയ്യുവിന്റെ കാറിന് മുകളിൽ വെക്കുമ്പോഴത്തേക്കും ടയ്യുവിന് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ആ ഒരു സ്ഥലത്ത് ക്യാമറാസ് ഒന്നും തന്നെ ഇല്ല എന്നൊക്കെ ടയ്യു പറയുമ്പോഴത്തേക്കും ആ കാര്യങ്ങളെല്ലാം തന്നെ ഈച്ചയ്ക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അങ്ങനെ ഇരിക്കെ ടയ്യു ഈച്ചനെ തല്ലി കഴിയുമ്പോഴത്തേക്കും ഈച്ചയും ടയ്യുവിന്റെ നേർക്ക് തുപ്പുന്നു. പിന്നീട് അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഒരു അടിപിടിയൊക്കെ നടക്കുന്നു. ടയ്യുവും ഓടിച്ചെന്ന് കാറിന്റെ അകത്തുണ്ടായിരുന്ന ടയ്യുവിന്റെ തോക്കൊക്കെ എടുത്തിട്ട് ഈച്ചയുടെ നേർക്ക് ഷൂട്ട് ചെയ്യുന്നു. ഈച്ച മരിച്ചുവെന്നായിരുന്നു ടയ്യു വിചാരിച്ചിട്ടുണ്ടായിരുന്നതെങ്കിലും ഈച്ചയ്ക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈച്ചയും ഓടിച്ചെന്ന് ടയ്യുവിന്റെ കാറൊക്കെ എടുത്തിട്ട് കാർ ഉപയോഗിച്ചുകൊണ്ട് ടയ്യുവിനെ കൊല്ലുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നു. ഇപ്പോൾ ടയ്യുവിന്റെ കയ്യിൽ തോക്കൊക്കെ ഉണ്ട്. അവനും അത് ഉപയോഗിച്ചുകൊണ്ട് ഈച്ചനെ ഷൂട്ട് ചെയ്യുവാനായിട്ടൊക്കെ നോക്കുന്നു. പക്ഷെ ഈച്ചയും തന്ത്രപൂർവ്വം അവന്റെ കയ്യിൽ നിന്ന് തോക്കൊക്കെ വാങ്ങിക്കുന്നു. ടയ്യുവിന്റെ കയ്യിൽ തോക്കൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഈച്ചയ്ക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടായിരുന്നു ഈച്ച നിന്നിട്ടുമുണ്ടായിരുന്നത്. എനിക്ക് നിന്നെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാം. ഞാനും ഇന്നത്തെ ദിവസം നിനക്കായിട്ട് സ്പെഷ്യലായിട്ട് കുറെ കാര്യങ്ങളൊക്കെ കരുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവനെയും ഈച്ച ബോധം കെടുത്തുന്നു. അങ്ങനെ ഈച്ചയും ഒരു സ്റ്റുഡിയോയിലൊക്കെ എത്തിയിരിക്കുകയാണ്. ആ സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു ഈച്ച ഇപ്പോഴുള്ള ശരീരത്തിന്റെ ഉടമ 15 പേരെയൊക്കെ കൊന്നിട്ടുണ്ടായിരുന്നത്. ടയ്യുവിന്റെ ഓരോ വിരലുകളും പിന്നീട് കൈയും കാലും എല്ലാം തന്നെ വെട്ടിയെടുക്കാനായിട്ട് പോകുകയാണ് എന്നൊക്കെ ഈച്ചയും പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സ്വബോധം തന്നെ നഷ്ടപ്പെടും. അതിനുശേഷം അവർ മരിക്കുകയും ചെയ്യും. ഉടനെ തന്നെ അതൊക്കെ സംഭവിക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈച്ചയും അവനെയും കൂട്ടിക്കൊണ്ട് സ്റ്റുഡിയോയ്ക്ക് അകത്തേക്ക് ചെല്ലുന്നു. ടയ്യുവിനെ കെട്ടിയിട്ടിട്ടൊക്കെ ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ടയ്യു നോക്കുമ്പോൾ ഈച്ച നിലത്ത് വീണ് കിടക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടിട്ടുമുണ്ടായിരുന്നത്. കുറെ സമയമൊക്കെ കടന്നു പോയിരിക്കുന്നു. ഇപ്പോൾ ഈച്ച കണ്ണ് തുറക്കുമ്പോഴത്തേക്കും ടയ്യുവിനെ എവിടെയിട്ട് കൊല്ലുവാനായിട്ടായിരുന്നോ നോക്കിയിട്ടുണ്ടായിരുന്നത് അതേ സ്ഥലത്ത് തന്നെ കെട്ടിയിട്ടിരിക്കുന്ന കാഴ്ചയായിരുന്നു ഈച്ച കാണുന്നത്. ഈച്ച കൊന്ന ആളുകളെ കുറിച്ചെല്ലാം തന്നെ ഈച്ച ടയ്യുവിനോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടയ്യുവും അവന്റെ കൊലപാതകങ്ങളെ കുറിച്ച് പറയുകയാണ്. ഒരിക്കൽ ടയ്യു വണ്ടിക്ക് ഓടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും ഒരാൾ വണ്ടിയുടെ മുമ്പിലൊക്കെ നിൽക്കുകയും അങ്ങനെ അയാളെ ടയ്യു വണ്ടി ഇടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തികച്ചും ഒരു ആക്സിഡന്റ് മാത്രമായിരുന്നു. നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡൊക്കെ തുടങ്ങിയ സമയത്ത് ഒരാൾക്ക് ആക്സിഡന്റ് സംഭവിക്കുന്നത് ഈച്ച നേരിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അയാളുടെ കാര്യമാണ് ഇപ്പോൾ ടയ്യു ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. അന്ന് അയാൾ എന്നെ രക്ഷിക്കാമോ എന്നൊക്കെ ടയ്യുവിന്റെ മുഖത്ത് നോക്കി പറയുമ്പോഴത്തേക്കും ഒരു ദൈവത്തോട് സംസാരിക്കുന്നത് പോലെയൊക്കെ ആയിരുന്നു ടയ്യുവിനൊന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറെ കാലത്തിന് ശേഷം കൊലപാതകങ്ങളോടുള്ള ഇൻട്രസ്റ്റ് ഒക്കെ ടയ്യുവിന് പോയതായിരുന്നു. എങ്കിലും ഈച്ച അവൻ ചെയ്ത കൊലപാതകങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ടയ്യുവിന് ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തിരിച്ചു വന്നിരിക്കുകയാണ്. എന്തായിരിക്കും ആ ഒരു കൊലപാതകമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാക്കുന്ന എക്സൈറ്റ്മെന്റ് എന്നൊക്കെ അവനും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ടൈമും ഈച്ചയുടെ നേർക്ക് ആയുധമൊക്കെ വെച്ചതിന് ശേഷം നീ എന്നോട് കൊല്ലാതെ വിടണോന്നൊക്കെ പറയുകയാണെങ്കിൽ വേണമെങ്കിൽ ഞാനും ഒരു കൈ നോക്കാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. പക്ഷെ ഈച്ച അപ്പോഴും അവന്റെ നേർക്ക് തുപ്പുന്നു. നീ എന്നെ കൊല്ല എന്നൊക്കെ ഈച്ച പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ടയ്യും ഈച്ചയുടെ കാലുകളൊക്കെ വെട്ടിമാറ്റുന്നു. അങ്ങനെ ആ ഒരു മരണത്തിന് ശേഷം അവനും തിരിച്ച് മരണത്തിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. ഇതുവരെ അവൻ അനുഭവിച്ചതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു മരണമൊക്കെ ആയിരുന്നു ഇത്. നീ എങ്ങാനും ടയ്യോനെ കൊല്ലുക ആയിരുന്നെങ്കിൽ ഞാനും അതിന്റെ ഇടയ്ക്ക് ഇടപെട്ടേനെ. ഇപ്പോൾ ടയ്യോ തന്നെ നിന്നെ കൊന്നത് കൊണ്ട് നീ രക്ഷപ്പെട്ടിരിക്കുന്നു. മരണവും അങ്ങനെയൊക്കെ അവന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും അവനും ഒരു ചിരിയൊക്കെ ചിരിക്കുകയാണ്. അത് കാണുമ്പോഴത്തേക്കും ആയിരുന്നു അവൻ മനഃപൂർവ്വമായിരുന്നു ഈ ഒരു മരണത്തിനൊക്കെ നിന്നു കൊടുത്തിട്ടുണ്ടായിരുന്നെന്ന കാര്യം മരണം മനസ്സിലാക്കുന്നത്. ടയ്യോ ഇപ്പോൾ കൊലപാതകമൊക്കെ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് അതിന്റെ അടുത്തുണ്ടായിരുന്ന ഒരു റൂമില് അവൻ കൊന്നതിന്റെ എല്ലാ ദൃശ്യങ്ങളും പതിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ കാണിക്കുന്നതും. അങ്ങനെ ആ ഒരു എപ്പിസോഡൊക്കെ അവസാനിച്ച് അടുത്ത എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്കും ഈച്ച കിടക്കുന്ന കാഴ്ചയായിരുന്നു കാണുന്നത്. ഇപ്പോൾ തന്നെ അവന്റെ കാലൊക്കെ അറുത്തുമാറ്റി വെച്ചിരിക്കുകയാണ്. ഞാൻ നിന്നെ തോൽപ്പിക്കുകയും ഒടുവിൽ നിനക്ക് ഈ ഒരു അവസ്ഥ വരികയും ചെയ്യുമെന്ന് നീ ഒരിക്കലും വിചാരിച്ചു പോലും കാണുകയില്ലല്ലോ എന്നൊക്കെ ടയ്യോ ഈച്ചയുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും നീ കൊന്ന ചിന്തയുടെ മെമ്മറിയിലൂടെ ഞാൻ എല്ലാ കാര്യങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഈച്ചയും പറയുകയാണ്. നിനക്ക് എങ്ങനെയാണ് എന്റെ സഹോദരനെ കൊന്നത് ഞാനാണെന്നുള്ള സത്യമൊക്കെ അറിയാവുന്നതെന്ന് ടയ്യോ ചോദിക്കുമ്പോഴത്തേക്കും ഒരിക്കൽ ഞാൻ നിന്റെ സഹോദരനായിരുന്നു എന്ന് കൂടി ഈച്ച മറുപടി പറയും. ടയ്യോനും അപ്പോൾ എന്താണ് അവൻ ഉദ്ദേശിച്ചതെന്നൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നെങ്കിലും അവനും ചിരിച്ചോണ്ടൊക്കെ നിൽക്കുന്നു. അങ്ങനെ ഇരിക്കെ
ഈജയും അവിടെ ഉണ്ടായിരുന്ന ക്യാമറയിലേക്ക് തന്നെയായിരുന്നു നോക്കിക്കൊണ്ടും അതുകൊണ്ട് തന്നെ അവനെ കൊല്ലുന്ന എല്ലാ ദൃശ്യങ്ങളും കൃത്യമായി തന്നെ ക്യാമറയിൽ പതിഞ്ഞിരിക്കുകയാണ്. നീ മനഃപൂർവ്വമായിരുന്നോ ഈ ഒരു കൊലപാതകത്തിനൊക്കെ നിന്നുകൊടുത്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ മരണം അവന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും അവനും അടുത്ത ജന്മത്തിലേക്ക് പോകുവാനായിട്ടൊക്കെ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. നീ എന്തെങ്കിലും പാപമൊക്കെ ചെയ്യുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ആ ഒരു പാപമൊക്കെ നിന്നെ തേടി എത്തുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും പാപം ചെയ്യുവാനായിട്ട് പാടില്ല എന്നൊക്കെ എന്റെ അമ്മ എന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഈ ജെയിം മരണത്തോട് പറയുന്നു. പക്ഷേ പണക്കാരായിട്ടുള്ളവർ ഇതുപോലെ പാപമൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പാപത്തിന്റെ ഫലം ഒരിക്കലും അവരെ തേടി എത്തിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഫലമൊക്കെ ഞാൻ ടയ്യൂന് നൽകുന്നതായിരിക്കുമെന്നൊക്കെ ഏജ് പറയുമ്പോഴത്തേക്കും നീ ടയ്യൂനുള്ള ശിക്ഷയൊക്കെ നടപ്പിലാക്കുവാനായിട്ട് പോകുകയാണെങ്കിൽ നീ ടയ്യൂനേക്കാളും വലിയൊരു ശിക്ഷയൊക്കെ അനുഭവിക്കുന്നതായിരിക്കുമെന്നൊക്കെ മരണം പറയുമ്പോഴത്തേക്കും ദൈവത്തിന് എന്താണോ ചെയ്യുവാനായിട്ട് സാധിക്കാതെ പോകുന്നത് ആ ഒരു കാര്യമൊക്കെ ചെയ്യുവാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നതെന്ന് ഈ ജെയിം മറുപടി പറയുന്നു. നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും മരണം ഒരിക്കലും പ്ലാൻ ചെയ്ത പോലെ ആയിരിക്കുകയില്ല നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മരണവും അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഈ ഒരു തവണ അവൻ കണ്ണു തുറക്കുമ്പോഴത്തേക്കും അവനും ആരെയോ ഒരാളെ ഓടിക്കുന്നതൊക്കെ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്തിനാണ് ഇയാളെ ഓടിക്കുന്നതെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവൻ ഓടുമ്പോഴത്തേക്കും ആയിരുന്നു അവനും ഒരു പോലീസ് ആണെന്നുള്ള തോന്നലൊക്കെ ഉണ്ടാകുന്നത്. നമ്മൾ നേരത്തെ ആനിനെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ അവൻ ഉള്ളതും ആനിന്റെ ശരീരത്തിലാണ്. ഞാൻ നിന്നെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളും ആനിന്റെ നേർക്ക് ഓടുമ്പോഴത്തേക്കും അവനും ജീവനും കൊണ്ട് ഓടുന്നു. അങ്ങനെ ഇരിക്കെ അതിന്റെ ഇടയിലെത്തുന്ന ജിഹുൺ ആയിരുന്നു ആനിനെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. സീനിയർ എന്തിനാണ് അയാളെ കണ്ടിട്ട് ഓടുവാനായിട്ടൊക്കെ നോക്കിയത്? ഞാൻ ഒരിക്കലും എനിക്ക് വേണ്ടി നിങ്ങളുടെ ജീവനൊന്നും ത്യാഗം ചെയ്യുവാനായിട്ട് പറയുകയില്ല. പക്ഷേ ഇതുപോലെ പോലീസിന് നാണക്കേട്ടുണ്ടാക്കുന്ന രീതിയിലെങ്കിലും പെരുമാറാതിരുന്നൂടെ എന്നൊക്കെ ജിഹുണും ആനിന്റെ അടുത്ത് ചോദിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് ആനിന്റെ മെമ്മറീസ് എല്ലാം തന്നെ ഈജയുടെ ഉള്ളിലേക്ക് വരുന്നത്. ആനിന്റെ അച്ഛനും ഒരു പോലീസൊക്കെ ആയിരുന്നു. പക്ഷെ കുറച്ച് വയലന്റ് ആയിട്ടുള്ള ക്രിമിനൽസിനൊക്കെ പിടിക്കുന്നതിനിടയ്ക്ക് അവരുടെ കൈ കൊണ്ട് അച്ഛൻ കൊല്ലപ്പെട്ടു. അച്ഛനെ പോലെ തന്നെ വലിയൊരു പോലീസൊക്കെ ആകണമെന്നായിരുന്നു ആൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവനും പോലീസായെന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അസുഖമൊക്കെ വന്നിട്ടുണ്ടായിരുന്ന അമ്മയും ഏതൊരു പ്രതിസന്ധി ഘട്ടം വന്നിട്ടുണ്ടെങ്കിലും നീ ആദ്യം നിന്റെ ജീവൻ മാത്രമേ നോക്കാവൂ എന്നൊക്കെ അവനോട് പറയുകയും അവന്റെ കയ്യിൽ നിന്നും വാക്ക് മേടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മയും മരണപ്പെട്ടു. ഏതൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോഴും ഇവൻ ഇതുപോലെ മാറി നിൽക്കുന്നതൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ ബാക്കി പോലീസുകാർക്കും അവന്റെ അടുത്ത് ഒരു ദേഷ്യമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നതും. പിന്നീട് ലൈഫിലെ പല സാഹചര്യം വന്ന സമയത്തും ഇതുപോലെ നമ്മൾ ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവരും നമ്മളുടെ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുകയുള്ളൂ എന്നും, അല്ലാതെ ഓരോ കാര്യം വരുമ്പോഴും നമ്മൾ മാറി മാറി നിൽക്കുകയാണെങ്കിൽ ആളുകൾക്ക് നമ്മളോട് വെറുപ്പ് മാത്രമേ തോന്നുകയുള്ളൂ എന്നും അവൻ മനസ്സിലാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളായിരുന്നു ആനിന്റെ ലൈഫിൽ നടന്നിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അതെല്ലാം തന്നെ ഈജ മനസ്സിലാക്കുകയാണ്. ഇനി മുതൽ ഈ ബോഡിയിലുള്ളത് ഈജയാണ്. സോ അങ്ങനെ ഇരിക്കെ ഈജ മറ്റൊരു കാഴ്ചയൊക്കെ കാണുന്നു. ജിയങ് ഒരാളെ ഒരുപാട് തല്ലുന്ന കാഴ്ച ആയിരുന്നു അത്. അങ്ങനെ ഇരിക്കെയാണ് നേരത്തെ ടൈസാങ്ങായിരുന്ന സമയത്ത് ഈ ജിയങ് 100 മില്യന് വേണ്ടിയിട്ട് തന്നെ കൊന്നിട്ടുണ്ടായിരുന്ന കാര്യമൊക്കെ അവനും ഓർക്കുന്നത്. ഇപ്പോഴും നീ എനിക്ക് 100 മില്യൺ തന്നില്ലെങ്കിൽ നിന്നെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാളെ അവൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടൊക്കെ നിൽക്കുന്നു. ഈച്ചയും അവന്റെ അടുത്തേക്കൊക്കെ ചെല്ലുമ്പോഴത്തേക്കും എന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ നിന്നെ കൊന്നു കളയുമെന്നൊക്കെ ജിയങ് പറയുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ നിന്റെ കൈകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നതാണെന്നൊക്കെ ആയിരുന്നു അവന്റെ മറുപടിയും. നീ അതിനാരാണെന്നൊക്കെ ജിയങ് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ടൈസാങ് ആണ് എന്ന് അവനും മറുപടിയൊക്കെ കൊടുക്കുകയാണ്. പക്ഷെ അത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ എന്റെ കൈകൊണ്ട് തന്നെ ആയിരുന്നല്ലോ അവനെ കുത്തി കൊന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ജിയങ് പറയുന്നു. പക്ഷെ ജിയങ്ങിന്റെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്ന ഒരുപാട് ആൾക്കാര് ഫോണൊക്കെ ആയിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അവരും അതെല്ലാം തന്നെ ഷൂട്ട് ചെയ്യുന്നു. നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ജിയങ് കത്തിയുമായിട്ട് അവരുടെ നേർക്ക് നിൽക്കുമ്പോഴത്തേക്കും ടയ്യോ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന 100 മില്യൺ കിട്ടുവാനായിട്ട് നീ എത്ര പേരെ കൊല്ലുമെന്നൊക്കെ ഈജയും ജിയങ്ങിന്റെ അടുത്ത് ചോദിക്കുന്നു. ജിയങ്ങിനെ കത്തിയുമായിട്ട് ഈജയുടെ അടുത്തേക്കൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഈജയും സ്വന്തം കൈ കൊണ്ട് തന്നെ അവനെ പിടിച്ച് നിലത്തിടുന്നു. പിന്നീട് അവനെ പോലീസിനെ കൈമാറുകയും ചെയ്യുന്നു. ഈജ ചെയ്ത ആ ഒരു കാര്യമൊക്കെ കാണുമ്പോഴത്തേക്കും ആളുകൾ എല്ലാവരും തന്നെ കൈയടിക്കുകയാണ്. ഇനി ജീക്കൊണ്ടും ഞെട്ടി നോക്കി നിൽക്കുന്നു. അങ്ങനെ ഇരിക്കെ ഈ ഒരു വീഡിയോ ഒക്കെ വൈറലാകുന്നു. ആനിന്റെ കൂടെ ഉണ്ടായിരുന്ന വർക്കേഴ്സിന് അത് ആനാണെന്ന് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവരുടെ ടീം ലീഡിനെയും അവരതൊക്കെ വിളിച്ച് കാണിക്കുമ്പോഴത്തേക്കും ഇവനെ കണ്ടാൽ ആനിനെ പോലെ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ ടീം ലീഡും പറയുകയാണ്. പക്ഷെ അത് ആൺ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ടും ടീം ലീഡ് അത് ഒരു രീതിയിലും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് പല ന്യൂസും കണ്ടു കഴിയുമ്പോഴത്തേക്കുമാണ് അത് ആൺ തന്നെ ആയിരുന്നു എന്ന സത്യമൊക്കെ ടീം ലീഡറും മനസ്സിലാക്കുന്നത്. ഒരു സീരിയൽ കില്ലറൊക്കെ കൊലപാതകം നടത്തിയ സ്ഥലം അറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈജയും ഇപ്പോൾ ജിഹുണിനെ കൂട്ടിക്കൊണ്ടൊക്കെ പോക്കുകയാണ്. ഈജയും ടയ്യൂനോടുള്ള പ്രതികാരമൊക്കെ ചെയ്യുവാനായിട്ട് അവിടെ കൊണ്ട് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇനി ടയ്യുവും നേരത്തെ ഈജനെ കൊന്നതിനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോഴത്തേക്കും അവൻ ഒരുപാട് എക്സൈറ്റ്മെന്റ് ഒക്കെ തോന്നുകയാണ്. സെക്രട്ടറി ഒരു ഡോക്യുമെന്റ് ഒക്കെ ആയിട്ട് ടയ്യൂനെ കാണുവാനായിട്ട് എത്തുമ്പോഴത്തേക്കും
ഞാൻ പുതിയൊരു സ്ഥലമൊക്കെ കണ്ടെത്തിയിരിക്കുകയാണ്. നീ എന്റെ ഒപ്പം ഡിന്നറിനൊക്കെ വരാമോ എന്ന് സെക്രട്ടറിയുടെ അടുത്തും ടൈ ചോദിക്കുന്നു. ടൈയോന് ഇഷ്ടപ്പെട്ട ആ ഒരു സ്ഥലത്തേക്ക് പോകുവാനായിട്ട് സെക്രട്ടറിയും സമ്മതിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഇതുവരെയായിട്ടും ഞാൻ സ്ത്രീകളെ ആരെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞ് ആ ഒരു സന്തോഷത്തിലൊക്കെ ആയിരുന്നു അവൻ ഉണ്ടായിരുന്നത്. നേരത്തെ സീരിയൽ കില്ലർ ആയിട്ടുണ്ടായിരുന്ന ക്യൂച്ചോള് കൊലപാതകം നടത്തിയ ആ ഒരു സ്ഥലത്തൊക്കെ പോയി ഈ ഒരു കൊലപാതകം നടത്താമെന്ന്, അതായത് സെക്രട്ടറിനെയും കൂടി കൊല്ലാമെന്നായിരുന്നു ടൈയു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് വാറന്റ് ഇല്ലാതെ ഒരു ബിൽഡിങ്ങിലൊന്നും ഇതുപോലെ കയറി ചെല്ലുവാനായിട്ട് കഴിയുകയില്ല എന്നൊക്കെ ചിഹുൺ പറയുമ്പോഴത്തേക്കും ഇവിടുത്തെ ശരിക്കുമുള്ള ഓണർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്ന കാര്യമൊക്കെ ഈജയും അറിയിക്കുകയാണ്. എന്തായാലും അവിടെയുള്ള കുറച്ച് പെയിന്റിങ്സ് ഒക്കെ കണ്ടുകൊണ്ട് ഇവിടെ ഉള്ളത് സീരിയൽ കില്ലർ ആണെന്ന് നമുക്ക് ഉറപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നൊക്കെ ഈജയുടെ അടുത്ത് ചിഹുൺ പറയുമ്പോൾ ഈജ ആകട്ടെ ആ ഒരു രഹസ്യമുറിയൊക്കെ തുറന്നുകൊണ്ട് അകത്തേക്ക് കയറുന്നു. അവിടെയും ജിസുന്റെ ആ ഒരു പേനയൊക്കെ അവൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്യൂചോൾ ഇതിനു മുമ്പ് 15 കൊലപാതകമൊക്കെ നടത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ 15 കൊലപാതകങ്ങളും നടത്തിയതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ ഗ്യൂചോൾ ശേഖരിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഗ്യൂചോളിന്റെ സ്ഥിരം പരിപാടിയായിരുന്നു. ഈജയും ആ ഒരു ദൃശ്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ജീഹുണും പെട്ടെന്ന് തന്നെ ഫോറൻസിക്കിനെ വിളിക്കുവാനായിട്ട് പോകുന്നു. ഇനി ടൈയോ ഗ്യൂചോളിനെ കൊല്ലുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ അവനും ആ ഒരു ലാബിൽ നിന്ന് മാറ്റുന്നു. അവനത് മാറ്റുന്നതെല്ലാം തന്നെ ജീഹുണും കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെയുള്ള ചിത്രങ്ങളിലെല്ലാം തന്നെ സ്പ്രേ പെയിന്റ്സിന് പകരമായിട്ട് ബ്ലഡ് ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതെന്ന കാര്യം ആനും എല്ലാവരെയും തന്നെ അറിയിക്കുന്നു. അതൊന്നും കേട്ടിട്ട് വിശ്വാസം വരാത്ത ടീം ലീഡും പ്രത്യേക തരത്തിലുള്ള ഒരു ലൈറ്റൊക്കെ ഓണാക്കി കഴിയുമ്പോഴത്തേക്കും അതിലുണ്ടായിരുന്നത് ബ്ലഡ് തന്നെയാണെന്നുള്ള കാര്യം എല്ലാവരും തന്നെ മനസ്സിലാക്കുകയാണ്. ടീം ലീഡും ആനിന്റെ പിറകെ ചെന്നതിന് ശേഷം നീ ആനല്ല എന്നൊരു തോന്നലൊക്കെ എനിക്ക് തോന്നുകയാണെന്ന് അവന്റെ അടുത്ത് പറയുന്നു. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ആനിനും ഒരു സംശയമൊക്കെ തോന്നുകയാണ്. സത്യം പറ, നിന്റെ മേത്ത് പ്രേതം കയറിയതല്ലേ, നിനക്ക് പല രീതിയിലുള്ള മാജിക് ട്രിക്സ് ഒക്കെ കാണിക്കുവാനായിട്ടും അറിയാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ടീം ലീഡും അതിനൊരു തമാശയായിട്ടൊക്കെ കാണുന്നു. ടൈയോ ഇപ്പോൾ സെക്രട്ടറിയുമായിട്ട് ക്യൂച്ചോൾ ആളുകളെ കൊന്ന സ്ഥലത്തേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ എത്തുമ്പോഴത്തേക്കും ആനും ടയ്യുവിനെ തടയുന്നു. ടയ്യുവും ആനിനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും ഇതിനു മുമ്പ് കണ്ടതിനെ കുറിച്ചൊക്കെ അവനും ഓർക്കുന്നു. ഇവിടെ ഒരു ക്രൈം ഒക്കെ നടന്നിരിക്കുകയാണ്, ഞങ്ങളും അതിന്റെ പരിശോധനയിലാണ് ഉള്ളത്. ക്രിമിനൽസ് ആകട്ടെ അവർ ക്രൈം ചെയ്ത സ്ഥലത്തേക്ക് തിരിച്ചെത്തുമെന്നൊക്കെ പറയുന്നത് നീ കേട്ടിട്ടുണ്ടോ എന്ന് ആനും അവന്റെ അടുത്ത് ചോദിക്കുന്നു. പക്ഷെ ടയ്യുവും ഒന്നും അറിയത്തില്ലാത്തതുപോലെ ഇതൊക്കെ എന്തിനാണ് എന്നോട് പറയുന്നതെന്നൊക്കെ ആന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും നീ ഇതുവഴി വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ആരെങ്കിലും അറിയുകയാണെങ്കിൽ ഒരു പക്ഷേ നീയാണ് കൊലപാതകം എന്ന് പോലും ആളുകളൊക്കെ പറഞ്ഞുണ്ടാക്കുമെന്നൊക്കെയാണ് ആനും പറയുന്നത്. ടയോന്റെ കൂടെ ഉണ്ടായിരുന്ന സെക്രട്ടറിയുടെ പേരൊക്കെ ആനും ചോദിച്ചു മനസ്സിലാക്കുന്നു. സെക്രട്ടറി ആകട്ടെ എന്തിനാണ് എന്റെ പേരൊക്കെ ചോദിച്ചതെന്ന് ആന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും അടുത്തതായിട്ട് നിന്നെയാണ് കാണാതാകുന്നതെങ്കിലോ എന്നായിരുന്നു ആനിന്റെ മറുപടി. ഞാനൊരു കൊലപാതകയാണെന്നൊന്നും ആരുടെയും മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടാക്കുകയില്ലല്ലോ. സാധാരണ വ്യക്തിയെ പോലെ തോന്നിക്കുന്ന ആളുകൾ പോലും കൊലപാതകികളാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നൊക്കെ ആനും ടൈന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുന്നു. ടയോൻ ഇപ്പോൾ ആകെ ദേഷ്യം വന്നിരിക്കുകയാണ്. വഴിയിൽ വെച്ച് സെക്രട്ടറിനെയൊക്കെ ഇറക്കി വിട്ടതിന് ശേഷം ആനിനെ കുറിച്ചൊക്കെ ടയോ കൂടുതലായിട്ട് ആലോചിക്കുന്നു. വാർത്തകളിലെല്ലാം തന്നെ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നതും ആൻ തന്നെ ആയിരുന്നു. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കൊലപാതകം എന്നത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആനും ഇപ്പോൾ ഗ്യൂചോൾ ചെയ്തിട്ടുള്ള 15 കൊലപാതകങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ടയോന്റെ കൂടെയുള്ള ആളുകൾ ഗ്യൂചോളിന്റെ ബോഡിയൊക്കെ നശിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ ആലിന് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാമെന്ന കാര്യം ടയു മനസ്സിലാക്കിയിരിക്കുന്നു. ടയു കൊലപാതകം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ ആനിന്റെ അടുത്തുണ്ടായിരുന്നല്ലോ. ആനും ഇപ്പോൾ അതൊരു റിപ്പോർട്ടറിനെയൊക്കെ ഏൽപ്പിക്കുമ്പോഴത്തേക്കും അയാളും ഇന്ന് തന്നെ ഇത് രാത്രി ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കുമെന്ന് ആനിന് വാക്ക് നൽകുന്നു. പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന ചീഫും ഇത്രയും വലിയൊരു കൊലപാതകമൊക്കെ കണ്ടെത്തിയത് കൊണ്ട് എല്ലാവർക്കും പ്രൊമോഷൻ നൽകുന്നതായിരിക്കുമെന്നൊക്കെ അവരുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും ടീം ലീഡിനും ഒരുപാട് സന്തോഷമാകുന്നു. ഗ്യൂചോളിന്റെ ലാബിൽ നിന്നും കുറച്ച് വീഡിയോസ് ഒക്കെ നീ ഡിലീറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് എന്ത് വീഡിയോസ് ആയിരുന്നുവെന്ന് ജയ്ഹുണും ആന്റെ അടുത്ത് ചോദിക്കുന്നു. ഗ്യൂചോളിനെ ടൈവു കൊല്ലുന്ന ദൃശ്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ആ ഒരു വീഡിയോസ് എല്ലാം തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നെങ്കിൽ അത് പണ്ടേ നശിപ്പിക്കപ്പെട്ടേനെ. അതുകൊണ്ടായിരുന്നു ഞാനും അത് ഏൽപ്പിക്കാതിരുന്നത്. ഇപ്പോളാകട്ടെ ഞാൻ അതൊരു റിപ്പോർട്ടറിനൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നു. അയാളും ഇന്ന് രാത്രിയിലത്തെ ന്യൂസിൽ അതെല്ലാം തന്നെ കാണിക്കുന്നതായിരിക്കും. ടയ്യുന് ഉറപ്പായിട്ടും ശിക്ഷ ലഭിക്കുമെന്ന് ആനും ചിഹുന്റെ അടുത്ത് പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് അമ്മനെ കാണുന്ന ആനും എന്താണ് അവരുടെ കേസ് എന്നൊക്കെ ചിഹുന്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പോഴായിരുന്നു അവരുടെ വീട്ടിൽ ആരോ ഒരാൾ കുറെ പണമൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആര് നൽകിയതാണെന്നൊന്നും അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ അവർ അപ്പോൾ തന്നെ പോലീസിന് റിപ്പോർട്ട് നൽകി. പോലീസും അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആയിരുന്നു അവരുടെ വീട്ടിലെ പണം കൊണ്ടുവന്ന് വെച്ച ആള് ഒരു ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടു എന്ന കാര്യം മനസ്സിലാക്കിയത്.
അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഇവരെ വിളിപ്പിച്ചിട്ടുള്ളതെന്ന കാര്യം ചീഹുണും അറിയിക്കുന്നു. പോലീസുകാർ അമ്മയെ എത്രയൊക്കെ ചോദ്യം ചെയ്തിട്ടും തനിക്കൊന്നും തന്നെ അറിയിക്കുകയില്ല എന്ന് മാത്രമായിരുന്നു അമ്മയുടെ മറുപടി. മരിച്ചതിന് ശേഷം പോലും എനിക്ക് നല്ലൊരു കാര്യം ചെയ്യുവാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ആനും വിഷമിക്കുകയാണ്. അമ്മ അവിടെ നിന്നും പോകുവാൻ തുടങ്ങുമ്പോഴത്തേക്കും ആനും അമ്മയെന്ന് വിളിക്കുകയാണ്. അത് കേട്ട് കഴിയുമ്പോഴത്തേക്കും അമ്മയും തിരിഞ്ഞു നോക്കുന്നു. പക്ഷെ ആന് അങ്ങനെ വിളിച്ചതിൽ അമ്മയോട് ക്ഷമയൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഒരുപാട് കാലമായിട്ട് എന്നെ അങ്ങനെ ആരും വിളിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും നീ വിളിച്ചത് എനിക്ക് ഒരുപാട് സന്തോഷമൊക്കെ നൽകിയെന്ന് അമ്മയും പറയുകയാണ്. അമ്മയുടെ ഷൂസിന്റെ ലേസൊക്കെ അഴിഞ്ഞു കിടക്കുന്നത് കാണുന്ന ആനും അതൊക്കെ കെട്ടിക്കൊടുക്കുന്നു. പിന്നീട് ലേസ് ഒന്നും ഇല്ലാത്ത ഷൂസ് ഇടുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് അവൻ അമ്മയുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും ഇത് എന്റെ മകൻ ആദ്യമായിട്ട് എനിക്ക് മേടിച്ചു തന്ന സമ്മാനമാണെന്ന് അമ്മയും ആനിനോട് പറയുന്നു. അതൊക്കെ കേൾക്കുന്ന ആനും പണ്ട് ഈച്ചയായിരുന്ന സമയത്ത് നടന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർക്കുന്നു. മകൻ മേടിച്ചു തന്ന ഷൂസ് ആയതുകൊണ്ട് തന്നെ ഇത് ഇടുമ്പോഴത്തേക്കും അവനും എന്റെ ഒപ്പം ഉള്ളതായിട്ടൊക്കെ എനിക്ക് തോന്നുകയാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇത് യൂസ് ചെയ്യാറുള്ളതെന്ന് അമ്മയും അറിയിക്കുന്നു. അമ്മ എന്തിനാണ് ആ ഒരു പണമൊക്കെ റിപ്പോർട്ട് ചെയ്യുവാനായിട്ട് പോയത്? അതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നമുണ്ടായത്? അമ്മയ്ക്ക് ആ പണം എടുത്തുകൂടായിരുന്നോ എന്ന് അമ്മയുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും എന്റെ മകന്റെ ജീവൻ രക്ഷിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചില്ല. അവന്റെ ജീവന് പകരമായിട്ടാണ് ഈ ഒരു പണമൊക്കെ കിട്ടിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ശിക്ഷയായിട്ടായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് അമ്മയും അറിയിക്കുന്നു. അത്രയും പറഞ്ഞ് അമ്മ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും അവനും ചെയ്ത തെറ്റൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അമ്മ വീട്ടിലത്തെ കഴിയുമ്പോഴത്തേക്കും ആരോ കോളിംഗ് ബെല്ലൊക്കെ അടിക്കുന്ന ശബ്ദം അമ്മ കേൾക്കുകയാണ്. പക്ഷെ വാതിൽ തുറന്ന് നോക്കുമ്പോഴത്തേക്കും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എങ്കിലും അമ്മയ്ക്ക് കഴിക്കുവാനായിട്ടുള്ള ഫുഡൊക്കെ അവിടെ വെച്ചിരിക്കുന്നത് അമ്മ ശ്രദ്ധിക്കുന്നു. ആനായിരുന്നു അമ്മയ്ക്ക് വേണ്ടി ആ ഒരു ഫുഡൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അവനും പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരാൾ അവന്റെ മുമ്പിലേക്കായിട്ട് എത്തുന്നു. ചൂഹുന്റെ ബോഡിയിൽ ആയിരുന്ന സമയത്ത്, അതായത് ആ ഒരു ഫിക്സറാണ് ചൂഹുൻ. ബോസിന്റെ കയ്യിൽ നിന്ന് പണമൊക്കെ തട്ടിയെടുത്തിട്ട് കാമുകിയുമായിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച ഒരാളുണ്ടല്ലോ. ഏറ്റവും ഒടുവിലായിട്ട് കാമുകിയുടെ കൈ കൊണ്ടും അയാൾ കൊല്ലപ്പെട്ടു. സോ അയാളായിരുന്ന സമയത്ത് അയാളെ പിടിക്കുവാനായിട്ട് കുറെ ആൾക്കാർ ഓടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓടി വന്ന കൂട്ടത്തില് ഒരാളായിരുന്നു ഇത്. അയാൾ ബൈക്കൊക്കെ റേസ് ചെയ്തുകൊണ്ട് വന്ന സമയത്ത് ഒരു അപകടം കാരണമാണ് ഇയാളുടെ മുഖത്തിനൊക്കെ പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നതും. അയാൾ ഇപ്പോൾ ആനിനെ കുത്തി കൊല്ലുവാനായിട്ടും ശ്രമിക്കുന്നു. ടൈം അച്ഛന്റെ റൂമിൽ എത്തിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു കവറൊക്കെ തുറന്നു നോക്കുകയാണ്. അതിനകത്താകട്ടെ ടൈയും അഡ്വക്കേറ്റും കൂടി ഒന്നിച്ച് യാത്ര ചെയ്തതിന്റെ ദൃശ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഗുണിയോനെയും ജിസോനെയും വണ്ടി ഇടിപ്പിച്ച് കൊന്നിട്ടുണ്ടായിരുന്നത് അഡ്വക്കേറ്റ് ആണെന്നൊക്കെയാണല്ലോ പറഞ്ഞത്. പക്ഷെ അന്ന് വണ്ടി ഓടിച്ചത് അഡ്വക്കേറ്റ് ആയിരുന്നില്ല, മറിച്ച് ടയ്യു ആയിരുന്നു എന്നതിന്റെ തെളിവുകളാണ് അതെല്ലാം തന്നെ. അങ്ങനെ ഇരിക്കെ റൂമിലേക്ക് കടന്നു വരുന്ന അച്ഛനും ടയ്യുവിനോട് ഒരു കാര്യം പറയുകയാണ്. അവരുടെ വീട്ടിൽ മേടിക്കുന്ന വളർത്തുമൃഗങ്ങളെല്ലാം തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ കൊല്ലുന്നത് ടയ്യു ആണെന്ന് അറിഞ്ഞിട്ട് പോലും അച്ഛനും പ്രതികരിക്കാതിരുന്നു. പക്ഷെ ഇപ്പോൾ അവൻ മനുഷ്യരെ കൊല്ലുവാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. അച്ഛനും ഇപ്പോൾ അതിന്റെയൊക്കെ പേരിൽ ടയ്യോന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നു. അച്ഛൻ ഇതെല്ലാം തന്നെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ അടുത്ത് നാണക്കേടായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്, അതോ ഭയമായിരുന്നോ എന്ന് ടയ്യും അച്ഛന്റെ അടുത്ത് ചോദിക്കുന്നു. ഞാൻ പണ്ട് മുതലേ രാജാക്കന്മാരുടെ കഥയൊക്കെ അടങ്ങിയ ബുക്കുകളായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. അതിലാകട്ടെ രാജഭരണമൊക്കെ സ്വന്തമാക്കുവാനായിട്ട് സഹോദരങ്ങളെ പോലും കൊല്ലുന്ന രാജാക്കന്മാരെ കുറിച്ചുള്ള കഥകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിലാകട്ടെ സഹോദരങ്ങളെ മാത്രമായിരുന്നില്ല, വേണ്ടി വന്നാൽ അച്ഛനെ പോലും കൊല്ലുവാൻ മടിക്കാത്ത രാജാക്കന്മാരും ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ടയ്യുവും അച്ഛനെ ഒന്ന് പേടിപ്പിച്ചിട്ടൊക്കെ പോകുന്നു. അച്ഛനോടുള്ള ദേഷ്യത്തില് സ്പീഡിൽ വണ്ടിയൊക്കെ ഓടിച്ച് ടയ്യു പോകുകയാണ്. പിന്നീട് ഒരു വണ്ടിയുടെ മുമ്പിലൊക്കെ കൊണ്ടുപോയി നിർത്തിയിട്ട് എല്ലാ ദേഷ്യങ്ങളും ആ ഒരു വണ്ടിയുടെ ഓണറിന്റെ അടുത്ത് കാണിക്കുന്നു. അതായത് ആ ഒരു ഓണർ ആരാണെന്ന് അറിയിക്കുകയില്ലെങ്കിൽ പോലും അയാളെ കുത്തിക്കൊല്ലുവാനായിട്ട് ടയ്യു ശ്രമിക്കുകയാണ്. അവിടെ നിന്നും ടയ്യു നേരെ പോയിട്ടുണ്ടായിരുന്നത് പള്ളിയിലേക്കായിരുന്നു. നേരത്തെ ഗ്യൂച്ചോൾ പറഞ്ഞ ഒരു കാര്യമൊക്കെ ഉണ്ടല്ലോ, അതേ കാര്യങ്ങളാണ് ടയ്യു ഇപ്പോൾ മറ്റൊരു രീതിയിലൂടെ പറയുന്നത്. അതായത് ഒരാൾ ജീവിച്ചിരിക്കണോ മരിക്കണോ എന്നൊക്കെ സാധാരണ രീതിയിൽ തീരുമാനിക്കുന്നത് ദൈവമാണ്. അങ്ങനെ ഇരിക്കെ അവനും ഒരു ദൈവമാണെന്നൊക്കെയാണ് അവിടെ ചെന്ന് അവൻ പറയുന്നതും. പിന്നീട് അവൻ അവിടെ നിന്ന് പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അവനൊരു കോളും വരുന്നു. അതായത് ടയ്യു ഗ്യൂച്ചോളിനെ കൊല്ലുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഒക്കെ ലഭിച്ചിട്ടുണ്ട് എന്നും ആ ഒരു വീഡിയോ ഇന്ന് രാത്രി തന്നെ ടിവിയിലൊക്കെ കാണിക്കുന്നതായിരിക്കുമെന്നുമാണ് അതിൽ പറയുന്നത്. ആനിനെ കൊല്ലുവാനായിട്ട് ടയ്യു ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ടയ്യു ഇപ്പോൾ അയാളെ കോൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ആ ഒരു കോളൊക്കെ എടുക്കുന്നത് അങ്ങനായിരുന്നു. അതായത് അയാൾ ആനിനെ കുത്തുവാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ആ ഒരു കത്തിയിലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആനയുടെ കൈക്ക് മാത്രമാണ് ഇപ്പോൾ പരിക്ക് പറ്റിയിട്ടുള്ളതും. നമുക്കൊന്ന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ടയ്യു ഒരു സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുവാനായിട്ട് ആനിന്റെ അടുത്ത് തയ്യാറായിരുന്നെങ്കിൽ പോലും ആനും ടയ്യുവിനോട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുവാനായിട്ട് ആവശ്യപ്പെടുന്നു. പണ്ടത്തെ ആ ഒരു ബോസിനെ തന്നെയാണ് ഇപ്പോൾ ആൻ പിടികൂടിയിരിക്കുന്നത്. അങ്ങനെ ആനും അയാളെയും കൂട്ടിക്കൊണ്ട് പോയി കഴിയുമ്പോഴത്തേക്കും കഴിഞ്ഞ 12 വർഷമായിട്ട് അവൻ ചെയ്യാതിരുന്ന വർക്ക് എല്ലാം തന്നെ അവനിപ്പോൾ 2 ആഴ്ച കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ടീം ലീഡും അവനെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നു.
ആനിനെ കമ്മീഷണർ വിളിപ്പിച്ചിരിക്കുകയാണ്. ആനും കമ്മീഷണറുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഓഫീസിന് മുമ്പിൽ വെച്ച് ഒരു അഡ്വക്കേറ്റിനെ കാണുന്നു. പണ്ട് ടൈസാങ്ങായിരുന്ന സമയത്ത് ജിയങ്ങിനെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നതും ഇതേ അഡ്വക്കേറ്റ് തന്നെ ആയിരുന്നു. ആൻ കമ്മീഷണറെ കാണുവാനായിട്ട് എത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ കമ്മീഷണർ മാത്രമായിരുന്നില്ല, ടയ്യു കൂടി ഇരിപ്പുണ്ടായിരുന്നു. ടയ്യുവിനെയും ആനിനെയും തനിച്ചാക്കിയതിനു ശേഷം കമ്മീഷണറും പുറത്തേക്ക് പോകുന്നു. ആനുമായിട്ട് ഒരു ഡീലൊക്കെ സംസാരിക്കുവാനായിട്ടായിരുന്നു ടയ്യു എത്തിയിട്ടുണ്ടായിരുന്നത്. ആനിന് പണമാണെങ്കിലും പ്രശസ്തി ആണെങ്കിലും അതല്ല മറ്റേതെങ്കിലും പദവികളാണെങ്കിലും അതെല്ലാം തന്നെ കൊടുക്കുവാനായിട്ട് തയ്യാറാണെന്നും ടൈ പറയുന്നു. നീ ഇപ്പോൾ ഈ ഇരിക്കുന്ന പേപ്പറിൽ ഒന്ന് സൈനൊക്കെ ചെയ്യുകയാണെങ്കിൽ നിന്നെ അടുത്ത കമ്മീഷണർ ആക്കുവാൻ പോലും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ടൈ ഒരു പേപ്പറൊക്കെ കാണിച്ചു കഴിയുമ്പോഴത്തേക്കും ആനും അതിൽ സൈൻ ചെയ്യുവാനായിട്ട് പേനയൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ അവൻ സൈൻ ചെയ്യാതെ ആ ഒരു പേപ്പറൊക്കെ കീറിക്കളയുകയാണ്. നിനക്ക് പിന്നെ എന്താണ് ആവശ്യമായിട്ടുള്ളതെന്ന് ടൈ ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് നിന്നെയാണ് ആവശ്യമായിട്ടുള്ളത്. എനിക്ക് നിന്നെ പിടിച്ചു കൊടുക്കുവാനൊക്കെ സാധിക്കുകയാണെങ്കിൽ നീ ശരിക്കും ദൈവമല്ല, മറിച്ച് ഭ്രാന്തുള്ള ഒരു മനുഷ്യനാണെന്നുള്ള സത്യം നിന്നെ എനിക്ക് മനസ്സിലാക്കുവാനും സാധിക്കും. ആൻ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഈ രാജ്യത്ത് എന്ത് ചെയ്യുവാനുള്ള അധികാരവും തനിക്കുണ്ട് എന്ന് ടൈ പറയുകയാണ്. പക്ഷേ ടൈയുടെ അടുത്ത് ആൻ പറയുന്നത് നിനക്കെന്നെ എന്ത് ചെയ്യുവാനാണ് സാധിക്കുക, കൂടിപ്പോയാൽ കൊല്ലുവാൻ കഴിയുമായിരിക്കും, അത്രമല്ലേ ഉള്ളൂ എന്ന അവന്റെ ചോദ്യമൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും നിനക്കെന്താ 9 ജീവൻ വല്ലതും ഉണ്ടോ എന്നൊക്കെ ടൈയും അതിശയത്തോടു കൂടി തന്നെ അവനോട് ചോദിക്കുന്നു. നമ്മൾ പോലും അറിയാതെ പല പല ജന്മങ്ങളിലായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ഒരു ബന്ധമെല്ലാം തന്നെ ഈ ഒരു ജന്മം കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞതിന് ശേഷം അവനോട് മുകളിലത്തെ നിലയിലേക്ക് വരുവാനായിട്ട് ആനും ആവശ്യപ്പെടുന്നു. ഇനി ആനും ജീവനും കൂടി വാർത്തയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവർ പ്രതീക്ഷിക്കുന്ന വാർത്ത ആയിരുന്നില്ല അവരുടെ മുന്നിലേക്ക് എത്തുന്നത്. അതായത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ടയ്യു ഗ്യൂച്ചോളിനെ കൊലപ്പെടുത്തിയെന്ന കുറ്റസമ്മതമൊക്കെ നടത്തുന്നതായിരുന്നു ആ ഒരു വാർത്തയിൽ ഉണ്ടായിരുന്നതും. വാർത്തയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആനിന്റെ അടുത്തേക്ക് ജീവനും കൂടി എത്തുന്നു. പക്ഷെ അവർ കാത്തിരുന്ന വാർത്ത ആയിരുന്നില്ല അവരുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് സീരിയൽ കില്ലർ ആയിരുന്ന ഗ്യൂച്ചോളിനെ കൊലപ്പെടുത്തിയെന്ന് പാർട്ടയു സ്വയം കുറ്റസമ്മതമൊക്കെ നടത്തുന്ന ഒരു വാർത്തയായിരുന്നു അത്. ഒരു ദിവസം ഗ്യൂച്ചോളനെ ഏതോ ഒരു സ്ഥലത്തേക്ക് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി. അവിടെ എത്തിയതിനു ശേഷം ആയിരുന്നു 15 കൊലപാതകമൊക്കെ നടത്തിയിട്ടുള്ള ഒരു സീരിയൽ കില്ലർ ആയിരുന്നു ഗ്യൂച്ചോൾ എന്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. ആ ഒരു സമയത്ത് നീതി നടപ്പിലാക്കുക എന്നത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. ഒന്നെങ്കിൽ അയാളുടെ കൈകൊണ്ട് മരിക്കാം, അല്ല എങ്കിൽ അയാളെ കൊല്ലാം. ഈ 2 ഓപ്ഷൻസ് മാത്രമായിരുന്നു എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അയാളെ കൊല്ലാമെന്ന് ഞാൻ തീരുമാനിച്ചതും. അയാളെ കൊല്ലുവാൻ ശ്രമിച്ചതിന് ശേഷം ഞാൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുവാനായിരുന്നു ആദ്യം നോക്കിയത്. പക്ഷെ അയാളുടെ ബോഡി ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. വാർത്തയിലാകട്ടെ അയാളുടെ ബോഡി കിട്ടിയിട്ടില്ലെന്നൊക്കെ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരെയും ഇത് അറിയിക്കുവാനായിട്ടാണ് ഞാനും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ടൈവ് പറയുന്നു. ഇനി ആൻ കൊടുത്തിട്ടുള്ള ദൃശ്യങ്ങളിലെ ചില ദൃശ്യങ്ങൾ മാത്രമാണ് വാർത്താ ചാനലുകാർ കൊടുക്കുന്നത്. അതായത് ടൈവിനെ പിടിച്ചുകൊണ്ട് വന്ന ദൃശ്യങ്ങൾ മാത്രം. ടൈവ് ഗ്യൂചോളിനെ കൊല്ലുന്ന ഒരു ദൃശ്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ടൈവ് വളരെ ക്രൂരമായിട്ടൊക്കെ ആയിരുന്നല്ലോ ഗ്യൂചോളിനെ കൊന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ദൃശ്യങ്ങളൊക്കെ മറ്റുള്ള ആളുകൾ കാണുകയാണ് എങ്കിൽ ഇത്രത്തോളം ക്രൂരമായിട്ടാണ് അയാൾ കുറ്റകൃത്യം ചെയ്തതെന്നും അതുപോലെ തന്നെ ഗ്യൂചോൾ മരിച്ചു എന്നുമുള്ള സത്യമൊക്കെ എല്ലാവരും അറിയുന്നതാണ്. അതുകൊണ്ടാണ് മീഡിയാസും ഇത് മറച്ചു വെച്ചിട്ടുള്ളത്. മാത്രമല്ല ഇപ്പോഴും ഗ്യൂചോൾ ജീവനോടെ ഉണ്ട് എന്നാണ് വാർത്തയിൽ പറയുന്നതും. ചീഫും കമ്മീഷണർ ജനറലും കൂടി ടൈയോന്റെ അടുത്ത് ഇരുന്നതിന് ശേഷം ടൈയോ അവർക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കേസ് മൊത്തത്തില് ഇവർ ഒതുക്കി തീർക്കുന്നതായിരിക്കുമെന്നൊക്കെ ടൈയോന് വാക്ക് നൽകുന്നു. ടൈയോ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ട് തന്നെ പല ആൾക്കാരും ടൈയോനെ വെറുതെ വിടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെരുവിൽ ഇറങ്ങുകയാണ്. കമ്മീഷണറും ആനിനെ വഴക്ക് പറയുകയാണ്. ടൈവിനെതിരായിട്ടുള്ള എല്ലാ തെളിവുകളും കെട്ടിച്ചമച്ചതാണെന്നൊക്കെയാണ് കമ്മീഷണർ പറയുന്നത്. അങ്ങനെ കമ്മീഷണർ ആനിനെ കുറ്റപ്പെടുത്തുമ്പോഴത്തേക്കും നിങ്ങളെ പോലെയുള്ളവർ കാരണമാണ് ഇപ്പോഴും നിയമമൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള എന്തോ എന്നാണെന്നൊക്കെ ടൈ വിചാരിച്ചിരിക്കുന്നതെന്ന് ആനും അവരോട് പറയുന്നു. പക്ഷെ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും കമ്മീഷണർക്ക് കൂടുതൽ ദേഷ്യമാകുന്നു. ആനിനെ സപ്പോർട്ട് ചെയ്തൊക്കെ ടീം ലീഡ് സംസാരിക്കുമ്പോഴത്തേക്കും ടീം ലീഡിനെയും കൂടി ചേർത്തിട്ട് അയാൾ സസ്പെൻഡ് ചെയ്യുകയാണ്. ടൈയും പല പല ആളുകളൊക്കെ ഏർപ്പാടാക്കിയതിനു ശേഷം ഇപ്പോഴും ഗ്യൂച്ചോൾ ജീവനോടെ ഉണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള കുറച്ച് ദൃശ്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് ചാനലിലൂടെ ഒക്കെ കൊടുത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ടയ്യൂനെയും അവർ വെറുതെ വിട്ടിരിക്കുകയാണ്. നീ ഉണ്ടാക്കിയ കഥയൊക്കെ നല്ലതായിരുന്നു, പക്ഷെ അതിന്റെ അവസാനം എങ്ങനെയാണെന്ന് ഞാനാണ് തീരുമാനിക്കുക. നീ എനിക്ക് ചെയ്തതിനെല്ലാം തന്നെ ഞാൻ പകരം ചോദിക്കുന്നതായിരിക്കും. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു അവസാനമൊക്കെ നിന്നെയും കാത്തിരിപ്പുണ്ടെന്നൊക്കെ ടയ്യും ആന്റെ അടുത്ത് പറയുന്നു. ആനിനെ ടൈ കൊല്ലുവാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ടയ്യോനെ കുറ്റവിമുക്തനാക്കി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കിക്കൊണ്ടൊക്കെ വരുമ്പോഴത്തേക്കും വലിയൊരു സ്വീകരണമൊക്കെ ആയിരുന്നു ടയ്യോന് കിട്ടിയിട്ടുണ്ടായിരുന്നതും. ടയ്യും ഒരു യാത്രയൊക്കെ പോകുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു യാത്രയൊന്നും മുടക്കേണ്ട എന്ന് അയാളും തീരുമാനിക്കുകയാണ്. ഇനി ആനിനെ 2 പേർ ചേർന്ന് പിടിച്ചുകൊണ്ടൊക്കെ പോകുന്നു. അങ്ങനെ ഇരിക്കെ ടയ്യോന് ഒരു കോളൊക്കെ വരികയാണ്.
ആനിന്റെ വീട്ടില് മൊത്തത്തിൽ പരിശോധനയൊക്കെ നടത്തിയെങ്കിൽ പോലും ടയു ക്യൂച്ചോളിനെ കൊല്ലുന്ന രീതിയിലുള്ള ഒരു ദൃശ്യങ്ങളും ആനിന്റെ വീട്ടിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്നൊക്കെ ആയിരുന്നു അവർ ടയുവിനെ അറിയിക്കുന്നതും. ഒരു കാര്യം ചെയ്യ, നിങ്ങൾ ആനിനെ ജീവനോടെ തന്നെ വെച്ചേക്ക്, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്നൊക്കെയാണ് ടയു പറയുന്നത്. ടയും രണ്ട് ഗുളികയൊക്കെ കഴിച്ചിട്ട് ഉറങ്ങുവാനായിട്ട് പ്രൈവറ്റ് ജെറ്റിൽ കിടക്കുകയാണ്. വിമാനമൊക്കെ മൊത്തത്തിലൊന്ന് കുലുങ്ങുന്ന ശബ്ദമൊക്കെ കേട്ടുകൊണ്ടായിരുന്നു അവൻ എണീറ്റിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എണീക്കുന്ന അവനും ഒരു അനൗൺസ്മെന്റ് ഒക്കെ കേൾക്കുകയാണ്. നീയാണ് ഗ്യൂചോളിനെ കൊന്നതെന്ന സത്യമൊക്കെ എനിക്കറിയാം. ഗ്യൂചോളിനെ മാത്രമല്ല, ജിൻഡേനെയും ജയ്സോപ്പിനെയും ടൈസാങ്ങിനെയും ഗുണിയോനെയും ജിസുനെയും എല്ലാം കൊന്നത് നീ തന്നെയാണ്. നീ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയൊക്കെ അനുഭവിക്കേണ്ട സമയമാണ് ഇപ്പോൾ എന്നൊക്കെ അനൗൺസ്മെന്റിൽ കേട്ട് കഴിയുമ്പോഴത്തേക്കും സംശയം തോന്നുന്ന അവനും ഫ്രണ്ടിലെ പൈലറ്റൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് പോയി നോക്കുകയാണ്. പക്ഷെ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഓട്ടോ പൈലറ്റ് മോഡിലായിരുന്നു ആ ഒരു പ്ലെയിൻ ഉണ്ടായിരുന്നത്. നീ സ്വത്തിന് വേണ്ടി സ്വന്തം സഹോദരനായിട്ടുള്ള ജിൻഡേനെ കൊന്നതിന് ശേഷം അതിനെക്കുറിച്ച് മീഡിയാസ് ആരും തന്നെ സംസാരിക്കാതിരിക്കുവാനായിട്ടായിരുന്നു മറ്റൊരു സീനൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ആളുകളുടെ ശ്രദ്ധ തെറ്റിക്കുവാനായിട്ടായിരുന്നു ജെയ്സോപ്പിനോട് പാരച്യൂട്ട് ഇല്ലാതെ മുകളിൽ നിന്നും താഴേക്ക് ചാടുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആളുകളുടെ ശ്രദ്ധയൊക്കെ തെറ്റിക്കുവാനായിട്ടായിരുന്നു നീ അവനെ കൊന്നിട്ടുണ്ടായിരുന്നത്. നിനക്ക് 30 സെക്കൻഡ് സമയം ഞാൻ തരാം. ജെയ്സോപ്പ് പാരച്യൂട്ട് ഇല്ലാതെ ആയിരുന്നു താഴേക്ക് ചാടിയിട്ടുണ്ടായിരുന്നതെങ്കിലും നിനക്ക് പാരച്യൂട്ട് യൂസ് ചെയ്യാനുള്ള ഒരു അവസരം ഞാൻ നൽകാമെന്നൊക്കെ അനൗൺസ്മെന്റിൽ പറയുകയാണ്. നിന്റെ സഹോദരനായിട്ടുള്ള ജിൻഡ എങ്ങനെയായിരുന്നു കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതേ രീതിയിലൊക്കെ നീ മരിക്കുവാനായിട്ട് പോകുകയാണ്. നിന്റെ മുമ്പിൽ 30 സെക്കൻഡ് മാത്രമേ സമയമുള്ളൂ. അതിനുള്ളിൽ പാരച്യൂട്ടൊക്കെ കണ്ടെത്തിക്കൊള്ളുവാനൊക്കെ അയാൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവനും സ്ക്രീനിലെ ടൈമറൊക്കെ 30 സെക്കൻഡിൽ നിന്നും താഴേക്ക് പോകുന്നതായിട്ടൊക്കെ അവൻ ശ്രദ്ധിക്കുന്നു. മാത്രമല്ല, ജനൽ വഴി താഴേക്കൊക്കെ നോക്കുന്ന അവനാകട്ടെ അവിടുത്തെ എഞ്ചിനൊക്കെ കത്തുന്നതും ശ്രദ്ധിക്കുന്നു. അതൊക്കെ കാണുമ്പോഴത്തേക്കും അവൻ ആകെ പേടിച്ചു പോകുകയാണ്. മരിക്കാതിരിക്കുവാനായിട്ട് എവിടെയാണ് പാരച്യൂട്ട് ഉള്ളതെന്നൊക്കെ അവനും അന്വേഷിക്കുന്നു. പാരച്യൂട്ടൊക്കെ കിട്ടുന്ന അവനും പുറത്തേക്ക് വീഴുവാനായിട്ടൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ആ ഒരു ജെറ്റൊക്കെ മൊത്തത്തില് പൊട്ടിത്തെറിക്കുകയും അവൻ താഴേക്ക് വീഴുകയും ചെയ്യുന്നു. പക്ഷെ അവനും കൃത്യമായി തന്നെ ആ ഒരു പാരച്യൂട്ട് ഇടുന്നത് കൊണ്ട് നിലത്തേക്ക് വീഴുന്നതിന് മുമ്പായിട്ട് തന്നെ അവന് പാരച്യൂട്ടൊക്കെ ഓൺ ആക്കുവാനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സേഫ് ആയിട്ട് റോഡിലേക്കും അവൻ എത്തുന്നു. രക്ഷപ്പെട്ടു എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരുന്ന ഒരു സമയത്താണ് പെട്ടെന്നൊരു കാറൊക്കെ വന്നിട്ട് അവനിട്ട് ഇടിക്കുന്നത്. ആ കാറിൽ നിന്നും പുറത്തിറങ്ങി വന്നിട്ടുണ്ടായിരുന്നത് ആനായിരുന്നു. ആന എങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തേക്കൊക്കെ എത്തിയതെന്ന് അവൻ സംശയിക്കുമ്പോഴത്തേക്കും ഒരു ഫ്ലാഷ് ബാക്കും കാണിക്കുന്നു. അതായത് ഒരാഴ്ച മുമ്പ് ആയിരുന്നു ഗ്യൂച്ചോളിനെ കൊന്നത് താനാണെന്നൊക്കെ ടയു കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു കുറ്റസമ്മതം എല്ലാം തന്നെ ആൻ പ്രതീക്ഷിച്ചിരുന്നതായിരുന്നു. അതായത് ആൻ വിചാരിച്ച പോലെ തന്നെയാണ് ടയു മുന്നോട്ട് പോയിട്ടുള്ളതും. ആൻ ഇതുവരെ കയറിയിട്ടുള്ള ഓരോ ബോഡീസിലും എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ അതെല്ലാം തന്നെ ആനിന് ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഒന്നിച്ചു വെച്ചിട്ടാണ് മുന്നോട്ട് പോകുവാനായിട്ട് തീരുമാനിച്ചിട്ടുമുള്ളത്. അതായത് ആദ്യം തന്നെ ജൂഹുണിനെയാണ് കാണിക്കുന്നത്. ജൂഹുണിന്റെ ബോസ് ആകട്ടെ ക്ലയൻസിനെ ഒന്നും തന്നെ വിശ്വസിക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ക്ലയൻസുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും, അതായത് ക്ലയൻസ് ഇവരെ നേരിട്ട് കാണുന്ന എല്ലാ ഡീറ്റെയിൽസും ശേഖരിച്ചു വെച്ചിട്ടൊക്കെയുണ്ട്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഈ ഒരു ക്ലയൻസ് ഇവരെ ഒറ്റുകൊടുക്കുകയാണ് എങ്കിൽ ക്ലയൻസിനെതിരായിട്ട് പ്രയോഗിക്കുവാനായിട്ടായിരുന്നു ഇതെല്ലാം തന്നെ ബോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജൂഹുൺ വഴി ബോസ് എവിടെയായിരുന്നു ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം തന്നെ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നതെന്ന് ആരും കണ്ടെത്തിയിരിക്കുന്നു. ഇനി പോലീസ് സ്റ്റേഷനിലൊക്കെ കയറുന്ന സമയത്ത് കയ്യിലുള്ള എല്ലാ സാധനങ്ങളും പോലീസിനെ ഏൽപ്പിച്ചിട്ടൊക്കെ വേണമല്ലോ അകത്തേക്ക് കയറുവാൻ. അങ്ങനെ ഇരിക്കെ ടയുവിന്റെ കയ്യിലുണ്ടായിരുന്ന പേനയൊക്കെ ആനും ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ഈ ഒരു പേനയ്ക്കകത്ത് ടയു ഡ്രഗ്സ് ഒക്കെ സൂക്ഷിക്കുന്ന കാര്യം ജിൻഡയ്ക്ക് നന്നായി തന്നെ അറിയാമായിരുന്നു. ജിൻഡയുടെ ആ ഒരു ഓർമ്മകളൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഗുളികകളൊക്കെ മാറ്റിയതിനു ശേഷം അതിന്റെ അകത്തേക്ക് ഉറക്ക ഗുളികയൊക്കെ ആനും വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് ആനാണെങ്കിലും ആരുടെ മെമ്മറിയിലൂടെയാണ് ചെയ്യുന്നത് അവരെയാണ് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ആനിനെ പിടിക്കുവാനായിട്ട് 2 പോലീസുകാരെയൊക്കെ ടയു ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ആ 2 പോലീസുകാരെ ടീം ലീഡും ജിഹുണും കൂടി ചേർന്നിട്ട് ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ടയുവിന്റെ അടുത്ത് ആനിനെ പിടിച്ചു എന്നൊരു കള്ളമൊക്കെ അവർ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ആ ഒരു സമയത്ത് ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്നത് ആൻ ആയിരുന്നില്ല. മറിച്ച് ആൻ ശരിക്കും ഉണ്ടായിരുന്നത് ടയുവിന്റെ ഒപ്പമായിരുന്നു. എങ്ങനെയായിരുന്നു ജിൻഡേനെ കൊല്ലുവാനായിട്ട് വിമാനത്തിലൊക്കെ ബോംബ് വെച്ചിട്ടുണ്ടായിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ആനും ജൂഹുന്റെ മെമ്മറീസിലൂടെ ബോംബൊക്കെ വെച്ചിട്ടുള്ളത്. ജെയ്സോപ്പ് വലിയ സാഹസിക പ്രകടനമൊക്കെ നടത്തിയിട്ടുള്ള ആളാണല്ലോ. അതുകൊണ്ട് തന്നെ അവന് ഒരുപാട് ഫോളോവേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള സൈറ്റിലൊക്കെ കയറിയതിനു ശേഷം അതുവഴിയാണ് ടയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പുറത്തുവിടുന്നത്. ജൂഹുന്റെ ബോസിന്റെ അടുത്ത് നിന്നും ശേഖരിച്ചിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ആയിരുന്നു അത്. അതിന്റെ അകത്താകട്ടെ തന്റെ സ്വന്തം സഹോദരനെ കൊല്ലുവാനായിട്ടൊക്കെ ജൂഹുന്റെ അടുത്ത് ടയു പറയുന്നതിനെ കുറിച്ച് ആയിരുന്നു ഉണ്ടായിരുന്നത്.
ജിൻഡെ മരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് തികച്ചും ഒരു ആക്സിഡന്റ് പോലെ തോന്നിപ്പിക്കണമെന്ന് അവൻ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ക്യൂച്ചോളിനെ കൊന്നതിന്റെ ദൃശ്യങ്ങളും കാണിക്കുകയാണ്. അതിന്റെ അകത്താകട്ടെ സഹോദരനായിട്ടുള്ള ജിൻഡനെ എങ്ങനെയാണ് അവൻ കൊന്നിട്ടുണ്ടായിരുന്നതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അവൻ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. ഈ ഒരു വാർത്തയൊക്കെ കണ്ട ആളുകൾ ആകെ പേടിച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ആയിരുന്നു കമ്മീഷണർ ജനറലും ചീഫും ടൈയുടെ അടുത്ത് നിന്നും ഒരുപാട് പണമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നുവെന്നും എല്ലാ സത്യങ്ങളും മറച്ചു വെക്കുവാനായിട്ടും ടൈ ചെയ്ത ബാക്കിയുള്ള കുറ്റകൃത്യങ്ങൾ ഒളിപ്പിക്കുവാനായിട്ടുമായിരുന്നു ഈ ഒരു പണമൊക്കെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നതെന്നും വാർത്തയിൽ കാണിക്കുകയാണ്. ഇപ്പോൾ അതിന്റെ എല്ലാത്തിന്റെയും തെളിവുകളും പുറത്തു വന്നിരിക്കുന്നു. സാഹസിക പ്രകടനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്ന ജെയ്സോപ്പിന്റെ മെമ്മറിയിൽ നിന്നും കൃത്യമായി തന്നെ പാരച്യൂട്ടൊക്കെ യൂസ് ചെയ്ത് താഴേക്ക് ഇറങ്ങുവാനായിട്ടും ആനിന് സാധിക്കുകയാണ്. ജെയ്സോപ്പിന് ശേഷം ടൈസങ്ങിനെയാണ് കാണിക്കുന്നത്. ടൈസങ് ആകട്ടെ എവിടേക്കാണ് ടയു പോയിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം ടയുവിന്റെ അടുത്തേക്കും പോകുന്നു. അങ്ങനെ എത്തുന്ന ടൈസങ് ടയ്യുനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും വണ്ടിയൊക്കെ ടയ്യുന്റെ നേർക്ക് ഇടിപ്പിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്തതായിട്ട് ഗുണിയനെ കാണിക്കുകയാണ്. ഗുണിയും കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇടുന്നു. എങ്ങനെയാണ് കഥ അവസാനിക്കുക എന്ന് നീ അല്ല തീരുമാനിക്കുന്നത്. എല്ലാ നല്ല കഥകൾക്കും ഒരു ട്വിസ്റ്റ് ഉണ്ടാകും. എങ്ങനെയായിരുന്നു ഗുണിയു ടയ്യുനെ കൊന്നിട്ടുണ്ടായിരുന്നത് അതേ രീതിയിൽ തന്നെ ഗുണി ഇപ്പോൾ ടയ്യുനെയും കൊല്ലുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഉള്ളിൽ ഒരുപാട് ദേഷ്യം ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഗുണ്യുവിനെ മാറ്റിയതിനു ശേഷം ഈച്ചനെയാണ് കാണിക്കുന്നത്. ഈച്ചയും ആകെ ദേഷ്യത്തിലൊക്കെ ആയിരുന്നു അവനെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടും ഇരുന്നത്. നീ സ്വയം ദൈവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്റെ ജിസുവിനെയും കൊന്നു. എന്തായാലും ഇനി നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്നിച്ച് നരകത്തിലേക്ക് പോകാമെന്നൊക്കെയാണ് ഈച്ച പറഞ്ഞുകൊണ്ടും ഇരിക്കുന്നത്. അങ്ങനെ അവനും ടയ്യുനെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആകാശത്ത് നിന്നും എന്തോന്ന് താഴേക്ക് വീഴുന്നതായിട്ടൊക്കെ അവന് തോന്നുകയാണ്. അവനും കൂടുതലായിട്ടൊക്കെ ശ്രദ്ധിച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് മരണമായിരുന്നു. എന്തൊക്കെ റൂൾസ് വെച്ചിട്ട് ഒരു കാര്യവുമില്ല, ഞാൻ ഈ ദുഷ്ടനെ കൊന്നേ മതിയാകൂ എന്നൊക്കെയാണ് ഈച്ച പറഞ്ഞുകൊണ്ടും ഇരിക്കുന്നത്. ഈച്ചയുടെ കയ്യിൽ നിന്നും പേനയൊക്കെ താഴേക്ക് വീണ് കഴിയുമ്പോഴത്തേക്കും അവനും ജിസുനെ കുറിച്ച് ഓർത്തു പോകുകയാണ്. ജിസുനെ കുറിച്ച് ഓർക്കുന്ന അവനും ടയോനെ കൊല്ലുവാനായിട്ട് സാധിക്കുന്നില്ല. നിന്റെ ഈ ഒരു കഥയ്ക്ക് ഹാപ്പി എൻഡിങ് ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ജിസു പറഞ്ഞതിനെ കുറിച്ച് ഓർക്കുന്ന അവനും ടയോനെ വെറുതെ വിടുന്നു. ഇപ്പോൾ അവൻ നോക്കുമ്പോഴത്തേക്കും മരണം അവിടെ ഉണ്ടായിരുന്നു പോലുമില്ല. അവൻ അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും അവന്റെ നിഴല് വഴി തൊട്ടു പിറകിലായിട്ട് ടയോ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ അവൻ മനസ്സിലാക്കുകയാണ്. അവൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ടയോം അവനെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഈച്ചു നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്നൊരു കാറ്റൊക്കെ വീശുന്നു. ആ ഒരു കാറ്റിലാകട്ടെ പാരച്ചൂട്ടൊക്കെ ഉയർന്നു പൊങ്ങുമ്പോഴത്തേക്കും ടയോവും തെറിച്ചു വീഴുകയാണ്. അങ്ങനെ അവൻ പറന്നു പോയിട്ട് ഒരു വണ്ടിയിൽ ചെന്ന് ഇടിക്കുന്നു. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. ടയ്യുവിന്റെ ഒപ്പം എപ്പോഴും ഉണ്ടായിരുന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ടല്ലോ, അയാളെ കാണുവാനായിട്ട് ഇപ്പോൾ ആ ജയിലിലൊക്കെ എത്തിയിരിക്കുകയാണ്. ഞാൻ ആയിരുന്നില്ല ശരിക്കും കുറ്റക്കാരൻ, ടയ്യു ആണെന്ന് പലരുടെയും അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അവരാരും തന്നെ എന്നെ വിശ്വസിക്കുന്നില്ലായിരുന്നു എന്നൊക്കെ അഡ്വക്കേറ്റ് പറയുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളെ വിശ്വസിക്കാം, ഞാൻ എല്ലാ കാര്യങ്ങളും നേരിട്ട് കണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആനും ഒരു മെമ്മറി കാർഡൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അതാകട്ടെ നേരത്തെ കാറിൽ ഉണ്ടായിരുന്ന മെമ്മറി കാർഡ് തന്നെയാണ്. പക്ഷെ ഇയാളായിരുന്നു അത് വലിച്ചെറിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ആനും അത് അവിടെ നിന്നും കണ്ടെത്തിയിരിക്കുകയാണ്. അഡ്വക്കേറ്റും ആ മെമ്മറി കാർഡ് കാണുമ്പോഴത്തേക്കും തന്റെ ലൈഫ് തന്നെ ഇപ്പോൾ നേരെ ആയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആനിനോട് നന്ദി പറയുന്നു. പക്ഷെ ആനാകട്ടെ ആ ഒരു മെമ്മറി കാർഡ് കടിച്ചു പൊട്ടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നീ സ്വന്തം ജീവനല്ലാതെ ബാക്കി ആരുടെയും ജീവന് ഒരു വിലയും നൽകാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ആരും അറിയിക്കുന്നു. നീ ഒരു പോലീസ് അല്ലേ, പോലീസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്നൊക്കെ അഡ്വക്കേറ്റ് പറയുമ്പോഴത്തേക്കും നിയമം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നീ മരിക്കുന്നതായിരിക്കുമെന്ന് നേരത്തെ അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന അതേ കാര്യങ്ങൾ ഇപ്പോൾ അഡ്വക്കേറ്റിനോട് ആനും പറയുന്നു. നേരത്തെ ടയ്യുവിന്റെ പേരിൽ വന്നിട്ടുണ്ടായിരുന്ന വീഡിയോസ് എല്ലാം തന്നെ സത്യമാണെന്ന ഒരു റിപ്പോർട്ടൊക്കെ വെളിയിലേക്ക് പോകുകയാണ്. അതുകൊണ്ട് തന്നെ ടയ്യുവിനെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യുമെന്നും പോലീസുകാർ പറയുന്നു. ടയ്യുവിന്റെ കയ്യിൽ നിന്നും പണമൊക്കെ മേടിച്ചിട്ടുള്ള പോലീസുകാരെ അറസ്റ്റ് ചെയ്യുമെന്ന കാര്യം അറിയിക്കുകയാണ്. ഇനി ഒരു ഹോസ്പിറ്റലിന് വെളിയിലായിട്ട് ഒരുപാട് റിപ്പോർട്ടേഴ്സ് ഒക്കെ നിൽക്കുന്നു. ടയ്യുവിന് ഇതുവരെയായിട്ടും ബോധമൊന്നും വന്നിട്ടില്ല എന്നായിരുന്നു റിപ്പോർട്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ടയ്യുവിന്റെ അച്ഛനാകട്ടെ കമ്പനി എല്ലാം തന്നെ ഉപേക്ഷിച്ചതിന് ശേഷം അത് മാനേജേഴ്സിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ ആകട്ടെ ടയ്യു ഒരു വണ്ടിക്കാരനൊക്കെ ഒരു കാരണവുമില്ലാതെ കുത്തി കൊല്ലുവാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അയാൾക്ക് ബോധം വന്ന ഉടനെ തന്നെ അയാളുടെ മൊഴിയൊക്കെ എടുക്കുന്നതായിരിക്കുമെന്ന് കൂടി റിപ്പോർട്ടേഴ്സ് പറയുന്നുണ്ട്. അപ്പോഴായിരുന്നു ഹോസ്പിറ്റലിലേക്ക് ആനും എത്തുന്നത്. ഇപ്പോൾ ടയ്യു ജീവനോടെ ഉണ്ടെങ്കിൽ പോലും ഒരു നരകമായിരിക്കും ഭൂമിയിൽ അവൻ അനുഭവിക്കേണ്ടതായിട്ട് വരിക എന്നൊക്കെ ആനും അറിയിക്കുന്നു. അപ്പോൾ മാത്രമാണ് ടയ്യുവിന് രണ്ട് കാലുകളും നഷ്ടപ്പെട്ട കാര്യമൊക്കെ കാണിക്കുന്നത്. ടയ്യുവിന് ജീവിതകാലം മുഴുവൻ കോമയിലായിരിക്കും കിടക്കുകയെന്ന് കൂടി ആൻ ടയ്യുവിനെ അറിയിക്കുന്നു. ആൻ ടയ്യുവിനെ കൊല്ലുവാനായിട്ട് ശ്രമിച്ച സമയത്ത് കയ്യിലുണ്ടായിരുന്ന ജിസുവിന്റെ പേനയൊക്കെ താഴേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ, അത് നീ തന്നെ ചെയ്തതായിരുന്നില്ലേ എന്നൊക്കെയാണ് ആനും ഇപ്പോൾ ജിസുവിനെ കണ്ട് ചോദിക്കുന്നത്.
ആനിന്റെ പ്രതികാരമൊക്കെ അവസാനിച്ചത് കൊണ്ട് തന്നെ ആനും ആനിന്റെ വർക്കുകളൊക്കെ തുടർന്നുകൊണ്ടേയിരുന്നു. അയാളും ഏത് നിമിഷം വേണമെങ്കിലും മരിക്കാമെന്ന ഒരു തോന്നലിലൊക്കെ ആയിരുന്നു പിന്നീട് വർക്കും ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞുപോയി. ഓരോരോ സ്ഥലങ്ങളിലായിട്ട് ആനിന് പല പല ആളുകളുടെ അടുത്ത് ഏറ്റുമുട്ടേണ്ടതായിട്ട് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഓരോ ആളുകളെ കാണുമ്പോഴും അയാളുടെ കൈകൊണ്ടായിരിക്കും താൻ മരിക്കുക എന്നൊക്കെ ആയിരുന്നു ആൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരാൾ ആനിനെ കൊല്ലുവാനായിട്ടൊക്കെ ശ്രമിച്ചു കഴിയുമ്പോഴത്തേക്കും ആനും മരിക്കുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ആനിനെ അന്ന് ജീഹുൺ ആയിരുന്നു രക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ജീഹുണും അങ്ങനെ പരിക്ക് പറ്റിയ ഹോസ്പിറ്റലിലൊക്കെ കിടക്കുകയാണ്. അവിടെ വെച്ച് ജീഹുന്റെ ഭാര്യയും കുഞ്ഞും ജീഹുണിനെ കാണുവാനായിട്ട് എത്തുന്നു. കുഞ്ഞ് തന്നെ ഈ ഒരു അവസ്ഥയിലൊക്കെ കാണുമല്ലോ എന്ന വിഷമമായിരുന്നു ജീഹുണിനുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ആ ഒരു കുഞ്ഞിനോട് നമുക്ക് സ്നാക്സ് ഒക്കെ കഴിക്കാൻ വെളിയിലേക്ക് പോയാലോ എന്ന് ചോദിച്ചുകൊണ്ട് ആരും കുട്ടീനെ വിളിച്ചുകൊണ്ട് വെളിയിലേക്ക് പോകുന്നു. എന്റെ അച്ഛനെ പോലെ അങ്കിളും ഒരു പോലീസ് ഒക്കെ ആണോ? എന്റെ അച്ഛൻ ഓരോ തവണ പരിക്ക് പറ്റിയിട്ടാണ് വീട്ടിലേക്ക് മടങ്ങി വരാറുള്ളത്. അതുകൊണ്ട് തന്നെ അച്ഛൻ വീട്ടിൽ നിന്നും വർക്കിന് പോകുമ്പോൾ തന്നെ എനിക്ക് ആകെ വിഷമമാണ്. അച്ഛൻ എന്നെ ഒരിക്കലും പരിക്കുകളൊന്നും പറ്റരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ആ കുട്ടി പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആനാകട്ടെ നിന്റെ അച്ഛനെ പരിക്കൊന്നും പറ്റാതെ ഞാൻ നോക്കുന്നതായിരിക്കുമെന്ന് ആ കുട്ടിക്ക് വാക്ക് നൽകുന്നു. അപ്പോഴായിരുന്നു ആനിന്റെ കയ്യിലുണ്ടായിരുന്ന മുറിവൊക്കെ കുട്ടി ശ്രദ്ധിക്കുന്നത്. അവളും കയ്യിലുണ്ടായിരുന്ന ഒരു ബാൻഡേജ് ഒക്കെ ആനിന് ഒട്ടിച്ചു കൊടുക്കുന്നു. നിങ്ങൾക്കും പരിക്ക് പറ്റാതിരിക്കട്ടെ എന്ന് അവൾ പറയുന്നുമുണ്ട്. ജീഹുണ് കുടുംബവുമായിട്ട് ഒന്നിച്ചിരിക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ഞാൻ അന്ന് ആത്മഹത്യ ചെയ്തില്ലായിരുന്നുവെങ്കിൽ എനിക്കൊരു കുടുംബവുമായിട്ട് ഇപ്പോൾ ജീവിക്കുവാൻ കഴിയുമായിരുന്നു എന്നൊക്കെ ആനും ഓർത്തു പോകുന്നു. ആനും ജിഹുണും കൂടി ചേർന്നിട്ട് ഒരു ക്രിമിനലിനെ പിടിക്കുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. പക്ഷെ ഏറ്റവും ഒടുവില് അയാൾക്ക് ഒരിടത്തേക്ക് ഓടി രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല എന്നൊക്കെ ആകുമ്പോഴത്തേക്കും കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്തിട്ട് അയാൾ ജീഹുന്റെ കാലിനിട്ടും ആന്റെ കൈക്കിട്ടും വെടിവെക്കുന്നു. എന്റെ അച്ഛൻ ഇനി പരിക്ക് പറ്റരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ജിഹുന്റെ മകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചും ആൻ ഓർക്കുകയാണ്. എനിക്ക് ജിസുവിനെ നഷ്ടപ്പെട്ടു, പക്ഷെ ഇനി ആരെയും നഷ്ടപ്പെടുവാൻ ഞാൻ ഒരിക്കലും അനുവദിക്കുകയില്ല എന്ന് ആനും പറയുന്നു. അങ്ങനെ ആനും ആ ഒരു ക്രിമിനലിന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കൊക്കെ തടയുന്നതിനിടയ്ക്ക് അയാളും ആനെ ഒരുപാട് തവണ വെടിവെക്കുന്നു. മാത്രമല്ല ആനും ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും താഴേക്ക് എടുത്ത് ചാടുന്നു. അപ്പോൾ ആൻ മാത്രമായിരുന്നു കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ ക്രിമിനലും കുറെ ബോക്സിന് മുകളിലേക്കായിട്ടൊക്കെ വീണ് രക്ഷപ്പെടുന്നു. അങ്ങനെ കൊല്ലപ്പെടുന്ന ഈച്ചയും ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. മരണവും ഈച്ചയോട് ആത്മഹത്യ ചെയ്യരുത്, മറ്റാരെയും കൊല്ലുകയും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഈ ഒരു തവണ താൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അതൊരാളെ രക്ഷിക്കുവാനായിട്ടായിരുന്നു എന്നൊക്കെ ഈച്ചയും അറിയിക്കുകയാണ്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നീ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് മരണവും അവനെ കളിയാക്കി ചിരിക്കുന്നു. നിനക്ക് അത്രയ്ക്ക് അഭിമാനമുണ്ടെങ്കിൽ നീ ഇപ്പോൾ തന്നെ അങ്ങ് പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് മരണവും അവനെ കൊല്ലുകയാണ്. ഇത്തവണയാകട്ടെ വീടും കൂടും ഒന്നുമില്ലാത്ത ഒരു പിച്ചക്കാരനായിട്ടായിരുന്നു ഈച്ച ഉണ്ടായിരുന്നത്. ആൻ മരിച്ചു എന്നൊരു വാർത്തയൊക്കെ TV ചാനൽസിൽ കാണിക്കുകയാണ്. അദ്ദേഹത്തെ പോലെയുള്ള നല്ല മനുഷ്യർ ഒരിക്കലും മരിക്കുവാനായിട്ട് പാടില്ലായിരുന്നു എന്നൊക്കെ അവിടെയുള്ള ആളുകൾ പറയുന്നത് കൂടി കേട്ട് കഴിയുമ്പോഴത്തേക്കും എന്നാൽ ഞാൻ എന്റെ തന്നെ അടക്കൊന്ന് കൂടിയേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് വീഴ്ച പോകുകയാണ്. തയ്യോ കോമയിൽ നിന്നും ഉണർന്നിരിക്കുകയാണ്. അയാളും ഇപ്പോൾ ആൻ മരിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വാർത്തയൊക്കെ കണ്ട് സന്തോഷിക്കുന്നു. ജിഹുന്റെ ഫാമിലി ആനിനെ നോക്കുന്നതൊക്കെ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. കുട്ടിയാകട്ടെ എനിക്ക് നിങ്ങൾ തന്ന വാക്ക് നിങ്ങൾ പാലിച്ചിട്ടുണ്ടായിരുന്നു, അതിന് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളെ ഇപ്പോഴും നിങ്ങൾ മുകളിൽ നിന്നും കാണുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്കിളിനെ മിസ് ചെയ്യുന്നു എന്നൊക്കെ ആയിരുന്നു ആ കുട്ടി പറഞ്ഞിട്ടുമുണ്ടായിരുന്നത്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഏജിയും ഒരുപാട് സന്തോഷിക്കുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഏജിയനെ കാണുന്ന കുട്ടിയാകട്ടെ ആകെ ഭയന്നു പോയിരിക്കുകയാണ്. ടീം ലീഡും ഇപ്പോൾ ആനിനെ കുറിച്ചൊക്കെ പുകഴ്ത്തിയൊക്കെ സംസാരിക്കുകയായിരുന്നു. ഏത് നിമിഷവും മരിക്കുമെന്ന രീതിയിൽ തന്നെ ആയിരുന്നു അവൻ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെയാണ് ടീം ലീഡ് പറയുന്നത്. അതൊക്കെ കേൾക്കുന്ന സമയത്ത് മറ്റൊരാൾ വന്നിട്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് ഫുഡൊക്കെ കിട്ടുമെന്നറിഞ്ഞിട്ട് എത്തിയതാണോ എന്നൊക്കെ ഈച്ചയുടെ അടുത്തും ചോദിക്കുകയാണ്. താൻ അതിനായിരുന്നില്ല എത്തിയതെന്നൊക്കെ ഈച്ച പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ടീം ലീഡും അയാൾ അവിടെ നിന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന കേടായ കുറച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ അയാൾക്കും ടീം ലീഡ് നൽകുന്നു. ആനനെ കാണുവാനായിട്ട് പ്രധാനമന്ത്രി പോലും എത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രിക്ക് എത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന റിപ്പോർട്ടേഴ്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഈച്ചേനെയും ഒരു സൈഡിലേക്കൊക്കെ ഒതുക്കി നിർത്തുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് വഴിയൊക്കെ ഇറങ്ങി പോകാമെന്ന് വിചാരിച്ച് ഈച്ച ഇറങ്ങുമ്പോഴത്തേക്കും ചിഹുൻ കരയുന്നതൊക്കെ ആയിരുന്നു അവനും കണ്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരിക്കലും നിന്റെ കൂടെയുള്ള എനിക്ക് വേണ്ടിയിട്ട് നിന്റെ ജീവൻ നൽകണമെന്നൊന്നും പറയുകയില്ല, പക്ഷെ കൂടെയുള്ള എന്നെ നാണം കെടുത്താതെങ്കിലും ഇരുന്നൂടെ എന്നൊക്കെ പണ്ട് ചീഹുണും ആറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെയാണ് ചിഹുൺ ഇപ്പോൾ ഓർക്കുന്നത്.
നീ കുറ്റങ്ങളൊന്നും സ്വയം ഏൽക്കേണ്ട ആവശ്യമില്ല. ആന ഒരിക്കലും അങ്ങനെ വിചാരിച്ചു കാണുകയില്ല. ആനാകട്ടെ അന്നത്തെ ദിവസം താഴേക്ക് ചാടിയതിൽ സന്തോഷിക്കുകയായിരിക്കും ചെയ്തിട്ടുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ചിഹുന്റെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും ചിഹുൻ ആകെ ദേഷ്യപ്പെട്ടിട്ട് നീ ആരാണെന്നാണ് നീ വിചാരിക്കുന്നതെന്നൊക്കെ അവന്റെ അടുത്തും ചോദിക്കുകയാണ്. അപ്പോഴായിരുന്നു മരണവും നീ ആരാണെന്നൊക്കെ അവന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് ഈജി ഓർക്കുന്നത്. അവനും അതേ ചോദ്യമൊക്കെ അവനോട് തന്നെ ചോദിച്ചു നോക്കുന്നു. അപ്പോഴാകട്ടെ ഇതിനു മുമ്പ് അവൻ കേറിയിട്ടുണ്ടായിരുന്ന ഓരോരോ ആൾക്കാരുടെ മുഖങ്ങളായിരുന്നു അവന്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഞാൻ ആരാണെന്ന് ഇപ്പോൾ എനിക്ക് അറിയുക പോലും ഇല്ല എന്നൊരു മറുപടിയൊക്കെ ആയിരുന്നു ജിഹുന്റെ അടുത്ത് ഈജ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈജയുടെയും കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. നമ്മൾ നമ്മളായിട്ട് തന്നെ ഇരിക്കുമ്പോഴാണ് ഏറ്റവും സന്തോഷമൊക്കെ ഉണ്ടാക്കുക. ജീവിതത്തിന്റെ അവസാനം വരുമ്പോഴത്തേക്കും നമ്മൾ അല്ലാതായിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് എന്തർത്ഥമാണ് ഉണ്ടാക്കുക എന്നൊക്കെ ജിസു അവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചും അവൻ ഓർക്കുന്നു. എനിക്ക് ഞാനായിട്ട് തന്നെ ജീവിക്കുവാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ പിന്നെ ഞാൻ എത്ര ആളുകളായിട്ട് എത്ര സമയങ്ങളിൽ ജനിച്ചിട്ടുണ്ടെങ്കിലും അതിന് ഒരർത്ഥവും ഇല്ല എന്ന കാര്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഈ ജെയിംസ് സ്വയം പറയുന്നു. ആ പിച്ചക്കാരന്റെ ഓർമ്മകളെല്ലാം തന്നെ ഈജയുടെ അടുത്തേക്കൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഈജ ആകട്ടെ ഈ ഒരു തവണ വീണ്ടും ഇതുപോലെ ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റെപ്പിന്റെ മുകളിൽ നിന്നും താഴേക്കൊക്കെ ഇറങ്ങി ഓടുകയാണ്. അതിന്റെ ഇടയ്ക്ക് അവന്റെ കാല് തെറ്റി അവൻ വീഴുകയും മരണപ്പെടുകയും ചെയ്യുന്നു. ഈജ വീണ്ടും മരണത്തിന്റെ അടുത്തേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഈജ വീണ്ടും മരണത്തിന്റെ അടുത്തേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനിയും അവന് 2 ജീവിതം കൂടി ബാക്കിയുണ്ട്. നീ ഓരോ തവണയും ഒരുപാട് മണ്ടനായിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കാണുവാൻ നല്ല രസമാണെന്നൊക്കെ മരണവും ഈച്ചയുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും ഈച്ചയാകട്ടെ ശിഹുൺ ശരിക്കും അവിടെ വെച്ച് കൊല്ലപ്പെടേണ്ടിയിരുന്ന ആളായിരുന്നു എന്നൊക്കെ മരണത്തിന്റെ അടുത്തും ചോദിക്കുകയാണ്. പക്ഷെ നീ അതൊക്കെ അറിഞ്ഞത് കൊണ്ട് ഒരു കാര്യവും ഇല്ല എന്നായിരുന്നു മരണവും അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓരോ തവണ നീ മരിക്കുന്ന സമയത്തും കൂടുതലായിട്ട് ആ ഒരു മരണമൊക്കെ നിനക്ക് വേദന നൽകുന്നതായിരിക്കുമെന്ന കാര്യവും മരണം അവനെ അറിയിക്കുന്നു. നീ വിചാരിക്കുന്നതിനും അപ്പുറത്തായിരിക്കും അതേ എന്ന് കൂടി പറഞ്ഞതിന് ശേഷം മരണം അവനെ ഷൂട്ട് ചെയ്യുവാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഇനി 2 ലൈഫ് മാത്രമല്ലേ ബാക്കിയുള്ളൂ, ഞാനും എത്രയും വേഗം മരിക്കുന്നതായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് അവൻ നിൽക്കുകയും മരണം നീ എന്തൊരു മണ്ടനാണെന്ന് പറഞ്ഞ് അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ ഈച്ച ഒരാളുടെ ബോഡിയിലും എത്തിയിരിക്കുകയാണ്. ഇത്രയും കാലം ഈച്ച സഞ്ചരിച്ചത് സമയത്തിന് മുന്നോട്ടായിരുന്നു. പക്ഷെ ആദ്യമായിട്ടാണ് ഈച്ച പിറകോട്ട് സഞ്ചരിക്കുന്നത്. എന്തായാലും ഒരാളുടെ ബോഡിയിൽ കയറി ഇനി എത്രയും വേഗം മരിക്കാമെന്നൊരു തോന്നലൊക്കെ ആയിരുന്നു ഈച്ചയുടെ ഉള്ളിലേക്ക് ആദ്യമായിട്ട് എത്തുന്നത്. അവനും തൊട്ടടുത്ത് കണ്ടിട്ടുണ്ടായിരുന്ന റോഡൊക്കെ ലക്ഷ്യമാക്കി ഓടുകയാണ്. അങ്ങനെ ഇരിക്കെ നമ്മുടെ ഈച്ചേനെയും കാണിക്കുന്നു. അതായത് കഥ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ഈച്ചേനാണ് ഇപ്പോൾ കാണിച്ചിട്ടുമുള്ളത്. ഈ ഒരു മനുഷ്യൻ ഓടുമ്പോഴത്തേക്കും ആയിരുന്നു അയാളുടെ ഓർമ്മകളൊക്കെ ഈച്ചയുടെ ഉള്ളിലേക്കും വരുന്നത്. നല്ലൊരു ജോലിയും കുടുംബമൊക്കെ സ്വന്തമായിട്ടുള്ള ഒരാളായിരുന്നു ഇത്. പക്ഷെ കുറെ വർഷങ്ങൾക്ക് ശേഷം അയാൾക്ക് പെട്ടെന്ന് അയാളെ പിരിച്ചുവിടുകയാണെന്നൊക്കെ പറഞ്ഞ് ഒരു നോട്ടീസ് കിട്ടുകയാണ്. അയാൾ ഒരുപാട് വർഷം കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കമ്പനി അയാളെ ഉപേക്ഷിച്ചു. പിന്നീട് വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും വൈഫും ഡിവോഴ്സ് നോട്ടീസ് ഒക്കെ അയാൾക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുടുംബവും കമ്പനിയും ഒരേപോലെ നഷ്ടപ്പെട്ട വിഷമത്തിലൊക്കെ ആയിരുന്നു അയാളും ഉണ്ടായിരുന്നത്. എല്ലാം നഷ്ടപ്പെട്ട അയാളാകട്ടെ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നലിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഈച്ചയും താനും ഇതേ സിറ്റുവേഷനിലൂടെ കടന്നുപോയതായിരുന്നു എന്നൊക്കെ ഓർക്കുന്നു. അങ്ങനെ ആത്മഹത്യ ചെയ്യാമെന്ന രീതിയിൽ ഈച്ചയും അയാളെ കൂട്ടിക്കൊണ്ടൊക്കെ പോകുന്നു. ഇനി 7 വർഷം മുമ്പുണ്ടായിരുന്ന ഈച്ചനെ കാണിക്കുകയാണ്. അവനാകട്ടെ ഇത്തവണത്തെ ഇന്റർവ്യൂവിന് തനിക്ക് ഉറപ്പായിട്ടും ജോബ് കിട്ടുമെന്ന പ്രതീക്ഷയിലൊക്കെയാണ് ഉള്ളതും. അങ്ങനെ ഇരിക്കെ ആയിരുന്നു ഇപ്പോഴത്തെ ഈച്ച ആത്മഹത്യ ചെയ്യുവാനായിട്ട് റോഡിന്റെ നടുക്ക് പോയി നിൽക്കുന്നത്. അതുവഴി വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന ടയ്യോ ആകട്ടെ അയാളെ ഇടിച്ചിടുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ ഈച്ച മരിക്കുവാനായിട്ടൊക്കെ കിടക്കുകയാണ്. പെട്ടെന്നൊന്ന് ഭയപ്പെട്ട് പോയിട്ടുണ്ടായിരുന്ന പഴയ ഈച്ച ആകട്ടെ ആംബുലൻസിനൊക്കെ കോൾ ചെയ്യുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ ഈച്ച മറ്റൊരു വശത്തേക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും തന്നെ നോക്കി നിൽക്കുന്ന ടയ്യൂനെയും അവൻ കാണുന്നു. ഇപ്പോൾ മരണവും അവന്റെ അടുത്തേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. ഈച്ചയും തന്നെ രക്ഷിക്കാമോ എന്നൊക്കെ ടയ്യൂന്റെ അടുത്ത് നിൽക്കുന്ന മരണത്തിനോട് ചോദിക്കുന്നു. അപ്പോൾ ടയ്യൂന്റെ മുഖത്തെ എക്സ്പ്രഷനൊക്കെ ഈച്ച ശ്രദ്ധിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് ഒരാളെ കൊന്നപ്പോഴത്തേക്കും അയാളാകട്ടെ ഞാൻ ദൈവമാണെന്നുള്ള രീതിയിലായിരുന്നു എന്റെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ടയ്യു പറഞ്ഞതിനെ കുറിച്ചും ഇപ്പോൾ ഈച്ച ഓർക്കുന്നു. താൻ തന്നെ ആയിരുന്നു എല്ലാം തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നതെന്ന സത്യം ഈച്ച മനസ്സിലാക്കുകയാണ്. പിന്നീട് ഈച്ചയും നമ്മുടെ പഴയ ഈച്ചയുടെ ദേഹത്തേക്കൊക്കെ പിടിക്കുന്നു. അങ്ങനെ ഇരിക്കെ അവനും മരണപ്പെട്ടു പോകുന്നു. ആ ഒരു ഷോക്കിലായിരുന്നു പഴയ ഈച്ചയും ഉണ്ടായിരുന്നത്. പിന്നീട് നടന്നതെല്ലാം തന്നെ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുമായിരുന്നു. നീ ശരിക്കും ഒരു മണ്ടൻ തന്നെയല്ലേ? നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം തന്നെ തിരിച്ചു തരുവാനായിട്ടായിരുന്നു ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നീ ആകട്ടെ എല്ലാം കൊണ്ടുപോയി നശിപ്പിച്ചു എന്നൊക്കെയാണ് മരണവും ഈച്ചയോട് പറയുന്നത്.
ഞാൻ ഏതൊക്കെ മനുഷ്യരെ ശിക്ഷിച്ചിട്ടുണ്ടോ അവരെല്ലാവരും ഒരേപോലെ ആയിരുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നതും. അവർക്ക് ഞാനൊരു അവസരം കൊടുത്തിട്ട് പോലും അവരാരും അത് ശരിക്കും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി നിനക്ക് ഒരേ ഒരു അവസരം മാത്രമാണ് അവശേഷിക്കുന്നതെന്നൊക്കെ മരണവും ഈശോയുടെ അടുത്ത് പറയുന്നു. ഞാൻ അടുത്തതായിട്ട് ഏത് ബോഡിയിലാണ് എത്തുന്നതെങ്കിലും ഞാൻ ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ മരണപ്പെട്ടിട്ട് തിരിച്ചെത്തുന്നതായിരിക്കുമെന്നൊക്കെ ഈശോയും ഉറപ്പ് നൽകുകയാണ്. പക്ഷെ നിനക്കത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് മരണവും അവനോട് പറയുന്നു. അവൻ പുതിയ ശരീരത്തിലൊക്കെ എത്തിയതിനു ശേഷം കാണുന്നത് അവന്റെ വീട് തന്നെയായിരുന്നു. അങ്ങനെ അതിശയിച്ചു നിൽക്കുന്ന അവനാകട്ടെ കണ്ണാടിയിലൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും അവന്റെ അമ്മേനെ തന്നെയാണ് കാണുന്നത്. ഇതിന്റെ അവസാനത്തെ എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് കണ്ണാടിയിൽ നിൽക്കുന്ന ഈച്ചയാകട്ടെ ഈച്ചയുടെ അമ്മേനെ തന്നെയാണ് കണ്ണാടിയിൽ കാണുന്നത്. അധികം വൈകാതെ തന്നെ അമ്മയുടെ ഓർമ്മകളും അവന്റെ ഉള്ളിലേക്ക് എത്തുന്നു. അമ്മേനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാമെന്നായിരുന്നു അവൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അമ്മ അനുഭവിച്ച കാര്യങ്ങൾ കണ്ട് കഴിയുമ്പോഴത്തേക്കുമാണ് അവൻ അമ്മേനെ കുറിച്ച് ഒന്നും തന്നെ അറിയുകയില്ലായിരുന്നു എന്ന സത്യം അവനും മനസ്സിലാക്കിയത്. ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അവന്റെ അമ്മ. പിന്നീടാകട്ടെ ഒരാളെ സ്നേഹിച്ച് വിവാഹം കഴിക്കുകയും അതിലൊരു കുട്ടി ഉണ്ടാക്കുകയും ചെയ്തു. അധികം വൈകാതെ തന്നെ ഹസ്ബൻഡ് മരിച്ച അവരാകട്ടെ ആകെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ തകർന്നിട്ടുണ്ടായിരുന്ന അമ്മയാകട്ടെ അതൊന്നും തന്നെ പുറത്ത് കാണിക്കാതെ ആയിരുന്നു ഈജയ്ക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഈജയ്ക്ക് സുഖമില്ല എന്നറിയുന്ന അമ്മയാകട്ടെ ഓഫീസിൽ നിന്നും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തി അവനെയുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും അവന്റെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ അമ്മയും ആഗ്രഹിച്ചു പോകുന്നുണ്ട്. കമ്പനി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടിലാണെന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്നൊരു ദിവസം ഈജയുടെ അമ്മേനെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ജോലി ചെയ്ത ആളുകൾ എല്ലാവരും കൂടി ചേർന്നിട്ട് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ സമരമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല. എങ്കിലും അതിലൊന്നും തന്നെ തളർന്നു പോകാതിരുന്ന അമ്മയാകട്ടെ പല പല ജോലികളൊക്കെ ചെയ്തായിരുന്നു അവനെ വളർത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു ദിവസം അമ്മ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരുപാട് മദ്യപിച്ച് കിടന്നുറങ്ങുന്ന മകനെ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. എങ്കിലും ഒരു പരാതി പോലും അമ്മ പറഞ്ഞിട്ടുമുണ്ടായിരുന്നില്ല. നിന്നെ കൊണ്ട് ഇതെല്ലാം തന്നെ അതിജീവിക്കുവാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞ് അമ്മ ഒരു എഴുത്തെഴുതി വെച്ചിട്ടൊക്കെ ആയിരുന്നു അവന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന അമ്മയാകട്ടെ ഈജനെ കോൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അവൻ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്തായിരുന്നു അവൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നത്. മകന് എന്ത് സംഭവിച്ചു എന്ന് അറിയുവാനായിട്ട് വേഗം ഡ്രസ്സൊക്കെ മാറി നിൽക്കുന്ന അമ്മേനെ കാത്ത് ഒരു കോളൊക്കെ വരികയാണ്. ഈജ ആത്മഹത്യ ചെയ്തു എന്നതായിരുന്നു ആ ഒരു കോള്. ഇപ്പോൾ ആകട്ടെ മകനെ കാണുവാനായിട്ട് അമ്മ എത്തി കഴിയുമ്പോഴത്തേക്കും മരിച്ചു കിടക്കുന്ന മകനെ അമ്മ നേരിട്ട് കാണുന്നു. മകനോട് കണ്ണു തുറക്ക് നമുക്ക് വീട്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് അമ്മ ഒരുപാട് കരയുന്നൊക്കെയുണ്ട്. പിന്നീട് അവന്റെ അടക്കം നടക്കുകയാണ്. അവിടെ അമ്മയും ജിസുവും ഒരുപോലെ ഉണ്ടായിരുന്നു. ഈജ മരിച്ചപ്പോൾ അവൻ അവന്റെ എല്ലാ പ്രയാസങ്ങളും ഇല്ലാതാക്കിയെങ്കിൽ പോലും അവൻ മരിച്ചത് കൊണ്ട് തന്നെ അതിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നത് അവന്റെ അമ്മയും ജിസുവുമായിരുന്നു. ഈജ സൂയിസൈഡ് ചെയ്തത് കൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ അമ്മേനെ വിളിപ്പിച്ചിരിക്കുകയാണ്. ഇനി അമ്മയാകട്ടെ അവൻ മരിച്ചതിനുള്ള കാരണക്കാര് തന്നെ താനാണെന്ന് പറഞ്ഞ് സ്വയം കുറ്റങ്ങളൊക്കെ ഏൽക്കുന്നു. അതായത് എന്നെക്കാളും നല്ല ഒരു അമ്മയൊക്കെ ആയിരുന്നു അവൻ ഉണ്ടായിരുന്നതെങ്കിൽ അവൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യുകയില്ലായിരുന്നു എന്നായിരുന്നു അമ്മയും വിശ്വസിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അമ്മയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയുടെ പേരക്കുട്ടിക്ക് 1 വയസ്സായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭക്ഷണ സാധനങ്ങളൊക്കെ അവർ കൊണ്ടുപോയി കൊടുക്കുന്നു. ആ കുട്ടിക്ക് പുതിയ ഡ്രസ്സൊക്കെ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞ് അമ്മയും കൂടെ വർക്ക് ചെയ്യുന്ന സ്ത്രീയുടെ കയ്യില് കുറച്ച് പണമൊക്കെ നൽകുകയാണ്. ഇനി അമ്മ ഡോറിന് വെളിയിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും അകത്തുണ്ടായിരുന്ന ആളുകൾ സംസാരിക്കുന്നത് അമ്മ കേൾക്കുകയാണ്. അവർ നൽകിയ പണം കൊണ്ട് ഡ്രസ്സൊന്നും മേടിക്കുവാനായിട്ട് പാടില്ല. ഇതെല്ലാം തന്നെ ദുശകനമാണ്. എന്റെ മകളുടെ വിവാഹമൊക്കെ അടുത്ത ദിവസം നടക്കുവാനായിട്ട് പോകുന്നുണ്ട്. ആ സമയത്തും ഞാൻ അവളെ വിളിക്കുകയില്ല. ഈ ഒരു കാര്യങ്ങളൊന്നും അവളെ അറിയിക്കുക പോലും ഇല്ല എന്നൊക്കെ ആയിരുന്നു അവരും സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അത് കേൾക്കുമ്പോഴത്തേക്കും അമ്മയ്ക്കും കൂടുതൽ വിഷമമാകുന്നു. ഇനി അമ്മയും ക്ലീനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു കുഞ്ഞിന്റെ ഭാവി അവന്റെ അമ്മയിലാണ് ഉള്ളതെന്നൊക്കെ എഴുതിയിരിക്കുന്നത് കാണുകയാണ്. അതും കൂടി കണ്ട് കഴിയുമ്പോഴത്തേക്കും അമ്മ ആകെ തകർന്നു പോകുന്നു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അവനും ആകെ വിഷമിക്കുകയാണ്. അപ്പോഴായിരുന്നു ഞാൻ ആത്മഹത്യയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലാതെ ആരെയും ഞാൻ വിഷമിപ്പിച്ചിട്ടില്ലായിരുന്നു എന്നൊക്കെ അവൻ നേരത്തെ ഡെത്തിന്റെ അടുത്ത് പറഞ്ഞതിനെ കുറിച്ച് ഓർക്കുന്നത്. അപ്പോഴാകട്ടെ നീ ആരെയും വിഷമിപ്പിച്ചിട്ടില്ല എന്നത് ഉറപ്പായിട്ടുള്ള കാര്യമാണോ എന്നൊക്കെ മരണവും അവന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നീ വളരെ സെൽഫിഷ് ആയതുകൊണ്ട് നീ നിന്റെ കാര്യം മാത്രമേ നോക്കിയിട്ടുള്ളൂ എന്നൊക്കെ മരണം പറഞ്ഞപ്പോഴത്തേക്കും അപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് മാത്രമായിരുന്നു അവൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ അവന്റെ മരണം കാരണം അവന്റെ അമ്മ എത്രത്തോളം ബുദ്ധിമുട്ടി എന്നതായിരുന്നു മരണം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നതെന്ന് ഇപ്പോൾ മാത്രമാണ് അവൻ മനസ്സിലാക്കിയത്. 12 തവണ അവൻ മരിച്ചിരിക്കുകയുണ്ടായിരുന്നല്ലോ. ആ 12 തവണയിൽ അവനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കത്തിക്കരയുകയും അതുപോലെ തന്നെ കാലുകൾ അറുത്തപ്പെട്ട് മരിക്കുകയും ചെയ്തപ്പോൾ ആയിരുന്നില്ല. മറിച്ച് അവന്റെ ഒപ്പമുണ്ടായിരുന്ന ജിസു മരിച്ചപ്പോഴത്തേക്കും ആയിരുന്നു. അതായത് ഏറെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചപ്പോഴത്തേക്കും ആയിരുന്നു അവന്റെ മരണം ഏറ്റവും വേദനാജനകമായത്.
ഇപ്പോളാകട്ടെ അമ്മ അനുഭവിച്ച വേദനകളെല്ലാം തന്നെ അവനും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അതൊക്കെ ഓർത്ത് അവനും കരയുന്നു. ആദ്യമൊക്കെ അവൻ മരണം അവോയ്ഡ് ചെയ്യുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഏറ്റവും ഒടുവിലത്തെ 2 ജന്മങ്ങളിൽ അവൻ സ്വയം മരിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇനി ജീവിതകാലം മുഴുവൻ അമ്മയായിട്ട് ജീവിക്കുവാനായിട്ടാണ് അവൻ തീരുമാനിച്ചിട്ടുമുള്ളത്. ഇത് സ്വയം നൽകുന്ന ഒരു പണിഷ്മെന്റ് ആയിട്ട് അവനും കരുതുന്നു. ട്രെയിനിലൊക്കെ കയറുന്ന അവനാകട്ടെ അവന്റെ ചുറ്റും ഒരുപാട് പേരൻസ് ഒക്കെ ഇരിക്കുന്നത് കാണുകയാണ്. അവരാകട്ടെ ജീവിക്കുവാനായിട്ട് പെടാപ്പാട് പെടുകയാണ്. ഈ ഒരു സമയത്തൊക്കെ ആയിരുന്നു അവനും ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോഴത്തേക്കും അവന്റെ ആ ഒരു ആത്മഹത്യയെ കുറിച്ച് ഓർത്തിട്ട് പോലും അവന് പുച്ഛം തോന്നുന്നു. അമ്മ ഒരു ദിവസം ചെയ്യുന്ന രീതിയിലുള്ള ജോലികളെല്ലാം തന്നെ അവൻ ചെയ്യുകയാണ്. പിന്നീട് അവൻ കുറെ സ്റ്റെപ്പൊക്കെ കേറുവാനായിട്ട് നോക്കുമ്പോഴത്തേക്കും അവന്റെ കാലിനൊക്കെ ഒരുപാട് വേദന എടുക്കുന്നു. അങ്ങനെ അവൻ പെട്ടിയൊക്കെ തുറന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആയിരുന്നു അതിന്റെ അകത്ത് നിന്നും അവന് ബാങ്കിന്റെ ഒരു പാസ്ബുക്ക് ഒക്കെ കിട്ടുന്നത്. ഈച്ച കുട്ടിയായിരുന്ന സമയം തൊട്ട് അമ്മ പണമൊക്കെ സ്വരൂപിച്ചു വെച്ചതായിരുന്നു. ഈച്ചയ്ക്ക് വലുതാകുമ്പോഴത്തേക്കും ഒരു വീട് പണിയുവാനായിട്ടായിരുന്നു ഇതൊക്കെ സ്വരൂപിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. അവനോടും നീ വളർന്നാൽ മാത്രം മതി, എന്റെ കൂടെ കുറെ കാലം നിന്നാൽ മാത്രം മതി, നമുക്ക് വലിയൊരു വീടൊക്കെ പണിയാമെന്ന് അവന്റെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. പ്രായമായതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അമ്മയ്ക്കുണ്ട്. അങ്ങനെയിരിക്കെ അമ്മ ട്രെയിനിൽ വെച്ച് ഉറങ്ങിപ്പോയി കഴിയുമ്പോഴത്തേക്കും സ്റ്റേഷൻ മാറി മറ്റൊരു സ്റ്റേഷനിലേക്ക് ഇറങ്ങുകയാണ്. ആ ഒരു സ്റ്റേഷനിലായിരുന്നു ശരിക്കും ഈച്ചനെ അടക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈച്ചയും ആ അടക്കിയ സ്ഥലമൊക്കെ കാണുവാനായിട്ട് എത്തുന്നു. എല്ലാ ദിവസവും വർക്ക് ചെയ്തതിന് ശേഷം അമ്മ ഈച്ചനെ കാണുവാനായിട്ട് എത്തുമായിരുന്നു. അവനോട് സംസാരിക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ അമ്മ ഈച്ചനെ കാണുവാനായിട്ട് വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ അവൻ ഓർത്തു നോക്കുകയാണ്. ഈച്ച ജീവിച്ചിരുന്ന സമയത്ത് അടുത്ത ജന്മത്തിലും നീ എന്റെ മകനായിട്ട് ജനിക്കണമെന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈച്ച മരിച്ചത് കൊണ്ട് തന്നെ അമ്മയും അമ്മയുടെ ആ ഒരു വാക്കൊക്കെ മാറ്റിയിരിക്കുകയാണ്. നിന്റെ അടുത്ത ജന്മത്തിൽ കുറച്ചുകൂടി പണക്കാരായിട്ടുള്ള പേരൻസിന് നീ ജനിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു ജീവിതത്തിൽ നിനക്ക് ഹാപ്പി ആയിട്ട് കഴിയുവാനും സാധിക്കും. അങ്ങനെ നീ ജീവിക്കുമ്പോൾ നിന്റെ ആ ഒരു സന്തോഷം വളരെ അകലെ നിന്ന് കാണുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതല്ലാതെ ഞാൻ ഒരിക്കലും നിന്റെ ലൈഫിലേക്ക് കടന്നു വരികയില്ല. എനിക്ക് നിന്റെ സന്തോഷം മാത്രം കണ്ടാൽ മതിയെന്നായിരുന്നു അന്നമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതൊക്കെ ഓർക്കുന്ന ഈച്ചയ്ക്ക് ആകെ വിഷമമാകുന്നു. താൻ ചെയ്ത തെറ്റ് എത്രത്തോളം വലുതായിരുന്നു എന്ന് ഇപ്പോഴാണ് അവൻ മനസ്സിലാക്കിയിട്ടുമുള്ളത്. ഇപ്പോൾ വളരെയധികം ആത്മാർത്ഥമായിട്ട് തന്നെ ഇതേ അമ്മയുടെ മകനായിട്ട് ജനിക്കുവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് പറയുമ്പോൾ അവന്റെ അമ്മയ്ക്ക് അത് കേൾക്കുവാൻ പോലും സാധിക്കുകയില്ല. ആ ഒരു വിഷമമായിരുന്നു അവനും ഉണ്ടായിരുന്നത്. അമ്മയുടെ കാലിലെ ചെരുപ്പൊക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്കും അമ്മയ്ക്ക് അവൻ ചെരുപ്പ് നൽകിയ സമയത്ത് അമ്മയ്ക്കും ഒരു മലയൊക്കെ കയറുവാനായിട്ട് പോകണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നതിനെ കുറിച്ച് അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്മയുടെ കാല് വയ്യാത്തത് കൊണ്ടാണ് പോകുവാൻ സാധിക്കാതെ പോയത്. എങ്കിലും അവന്റെ ഒപ്പം ഒരിക്കലെങ്കിലും ആ ഒരു മല കയറുവാനായിട്ട് അമ്മ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതിനെ കുറിച്ച് അവൻ ഓർക്കുന്നു. അന്നാകട്ടെ അമ്മയ്ക്ക് കാല് വയ്യെങ്കിൽ പോലും ഞാൻ അമ്മേനെ എടുത്തുകൊണ്ടായിരിക്കും ആ ഒരു മലയൊക്കെ കയറ്റുക എന്ന് അവൻ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. ഇപ്പോൾ അമ്മയുടെ സ്ഥാനത്തായിട്ടുള്ള അവനാകട്ടെ അമ്മയുടെ ആ ഒരു ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ അവനും ആ ഒരു മലയൊക്കെ കയറുവാനായിട്ട് നോക്കുന്നു. പക്ഷെ വഴിയിലാകട്ടെ കാലിന് വേദനയൊക്കെ വരുന്ന അമ്മയും വിശ്രമിക്കുന്നൊക്കെയുണ്ട്. ഒരുപാട് ദൂരം യാത്ര ചെയ്തതിനു ശേഷം ഏറ്റവും ഒടുവിലായിട്ട് അമ്മയുടെ ആ ഒരു ആഗ്രഹമൊക്കെ ഈച്ച സാധിച്ചു കൊടുത്തിരിക്കുകയാണ്. മലയുടെ ഏറ്റവും മുകളിൽ അമ്മ എത്തുക തന്നെ ചെയ്യുന്നു. അന്ന് അമ്മയുടെ ഒപ്പം മല കയറുവാനായിട്ട് പോകാമെന്ന് അവന് വാക്ക് നൽകിയതായിരുന്നു. ഇത്തവണ ആ ഒരു വാക്കൊക്കെ തെറ്റിച്ചതിന് അവൻ അമ്മയോട് ക്ഷമയും ചോദിക്കുന്നുണ്ട്. ഇനി അവൻ തിരിച്ചു പോകുകയാണ്. പക്ഷെ തിരിച്ചു പോകുന്ന വഴിക്ക് കാലൊന്ന് സ്ലിപ്പായി കുറെ ദൂരത്തേക്കായിട്ടൊക്കെ വീഴുകയാണ്. കുറെ അധികം മുറിവുകളും സംഭവിക്കുന്നു. കാലിന് കാര്യമായി തന്നെ പരുക്കും പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ആരെങ്കിലും സഹായിക്കാമോ എന്നൊക്കെ അവനും നിലവിളിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് മരണത്തെ അവൻ മുഖാമുഖം കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ മരിക്കുവാനായിട്ട് താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവനും അവിടെ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ശ്രമിക്കുകയാണ്. അമ്മയുടെ ജീവൻ നിലനിർത്തുവാനായിട്ട് അവൻ അങ്ങനെ ശ്രമിക്കുന്നു. ആ ഒരു ശ്രമത്തിൽ അവൻ വിജയിക്കുകയും ചെയ്യുന്നു. പിന്നീട് അവൻ കണ്ണു തുറക്കുമ്പോഴത്തേക്കും ഉണ്ടായിരുന്നത് ആശുപത്രിയിലാണ്. കാലിനൊരു പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ജീവനോടെ അമ്മേനെ തിരിച്ചു കിട്ടിയതിൽ അവൻ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു അമ്മയും എത്രത്തോളം അവനെ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് അവൻ മനസ്സിലാക്കുന്നത്. അമ്മയുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ സാധിച്ചു കൊടുക്കുവാനായിട്ട് അമ്മയായിട്ട് തന്നെ ജീവിതകാലം മുഴുവൻ ജീവിക്കാമെന്ന് അവൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അവൻ 32 വർഷം ജീവിച്ചിരിക്കുന്നു. അവനും അപ്പോൾ അവനെക്കുറിച്ച് തന്നെ ഓർത്തു പോകുകയാണ്. അവനാകട്ടെ ഒരുപാട് ഭീരുവായിരുന്നു. ഈ ലോകത്ത് തന്നെ താൻ ഒരിടത്തും എത്തുകയില്ല എന്നൊരു തോന്നൽ അവനുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു അവൻ ഏറെ ഭയപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ അവനെ ജിസു വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിലായിട്ട് മറ്റൊരു പ്രതീക്ഷയും ഇല്ലാതെ ആയിരുന്നു അവൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഒരവസരം കിട്ടാത്തത് കൊണ്ടായിരുന്നു അവൻ അങ്ങനെ ജീവൻ ഒടുക്കിയിട്ടുണ്ടായിരുന്നതെങ്കിലും ഇപ്പോൾ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ആ ഒരു അവസരത്തിന് വേണ്ടി അല്ല നമ്മൾ കാത്തിരിക്കേണ്ടതെന്ന ഒരു തോന്നലൊക്കെ അവനുണ്ടായത്. അവൻ ഒരുപാട് വേദനയൊക്കെ സഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവൻ മറ്റുള്ള ആളുകളുടെ ലൈഫിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അവരെത്രത്തോളം താൻ കാരണം വേദനിച്ചിട്ടുണ്ടായിരുന്നെന്ന സത്യമൊക്കെ മനസ്സിലാക്കിയത്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും താൻ അനുഭവിച്ച വേദനകൾ ഒന്നും തന്നെ ആയിരുന്നില്ല. ഒരു തവണ തോറ്റു എന്ന് വെച്ച് ആ ഒരു തോൽവി കൊണ്ട് മരിക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് ഇനിയും ജീവിതം മുന്നോട്ടുണ്ട്. ആ ഒരു ജീവിതം ജീവിച്ചു തീർക്കുകയാണ് ചെയ്യേണ്ടതെന്ന സത്യം അവനും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ആ ഒരു സത്യമൊക്കെ മനസ്സിലാക്കുവാനായിട്ട് അവൻ അവന്റെ അമ്മയുടെ ശരീരത്തിൽ കയറേണ്ടതായിട്ടും വന്നു. അങ്ങനെ ഒടുവില് അവനും മരിക്കുകയാണ്. അതായത് അവന്റെ അമ്മയും മരിക്കുകയാണ്. അവൻ ഏറ്റവും കൂടുതൽ ജീവിച്ചിട്ടുണ്ടായിരുന്നത് അവന്റെ അമ്മയുടെ ബോഡിയിലാണ്. അതായത് 32 വർഷത്തോളം അമ്മയുടെ ബോഡിയിൽ അവൻ ജീവിച്ചു. രണ്ടാമതായിട്ട് കൂടുതൽ ജീവിച്ചിട്ടുണ്ടായിരുന്നത് ആര്യന്റെ ബോഡിയിലായിരുന്നു. അതിലാകട്ടെ കുറേയധികം മാസങ്ങൾ അവന് ജീവിക്കുവാനായിട്ട് സാധിച്ചു. ബാക്കി എല്ലാ ബോഡിയിൽ കയറുമ്പോഴും അവന്റെ മരണമൊക്കെ ഉടനെ തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആകട്ടെ അവൻ മരണത്തിന്റെ അടുത്തേക്ക് തിരിച്ചെത്തി കഴിഞ്ഞിരിക്കുന്നു. എല്ലാ തവണയും ദേഷ്യപ്പെട്ടൊക്കെ മരണത്തിന്റെ അടുത്ത് വരുന്ന അവനാകട്ടെ ഇത്തവണ മരണത്തെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊരു മറുപടിയൊക്കെയാണ് നൽകുന്നത്. ഇത്രയും വൈകി നിന്നെ കാണേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്നും അവൻ പറയുന്നു. ഇത്രയും കാലം ഞാൻ ജീവിച്ചിരുന്ന സമയത്ത് നിന്നെ ഇനി കാണുമ്പോൾ എന്താണ് നിന്നോട് പറയുക എന്ന് അറിയത്തില്ലാതെയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഒടുവിൽ എനിക്കതിന്റെ മറുപടി കിട്ടിയെന്ന് പറഞ്ഞ് അവനാകട്ടെ മരണത്തിന് മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്നു. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, എന്നെ ഒരിക്കൽ കൂടി ഷൂട്ട് ചെയ്യാമോ എന്നൊക്കെ മരണത്തിന്റെ അടുത്തും അവൻ ചോദിക്കുന്നു. പക്ഷെ മരണത്തിന്റെ കയ്യിൽ ഇനി ബുള്ളറ്റ്സ് ഒന്നും തന്നെ ബാക്കിയില്ല എന്നൊക്കെ മരണം പറയുമ്പോഴത്തേക്കും അതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എനിക്ക് ഒരവസരം കൂടി നൽകിക്കൂടെ? എനിക്ക് ഈസിയായിട്ട് ഒരിക്കൽ കൂടി ജീവിക്കണം. എന്റെ അമ്മയ്ക്ക് ഞാൻ മരിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഹഗ്ഗെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞ് അവൻ കരയുകയാണ്. പക്ഷേ ഞാൻ നിനക്ക് നൽകിയിരുന്ന പണിഷ്മെന്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ബോഡിയിൽ നീ സർവൈവ് ചെയ്യണമെന്ന് മാത്രമായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് നീ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ബാക്കി എല്ലാം തന്നെ ദൈവമാണ് തീരുമാനിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് നിനക്ക് ഞാൻ ഒരവസരം കൂടി നൽകാമെന്ന് പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന ബുള്ളറ്റ് മരണം എടുക്കുകയാണ്. തോക്കിന്റെ അകത്ത് ബുള്ളറ്റ് ഇട്ടതിനു ശേഷം മരണവും അവനോടൊരു കാര്യം പറയുന്നു. അതായത് മരണം ഇപ്പോൾ അവനെ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ബുള്ളറ്റ് അവന്റെ ശരീരത്തിൽ കൊള്ളുവാനായിട്ട് 1/6 ചാൻസ് മാത്രമാണുള്ളത്. അതായത് ഇപ്പോൾ അവനെ ഷൂട്ട് ചെയ്തിട്ട് ആ ബുള്ളറ്റ് അവന്റെ ദേഹത്ത് കൊണ്ടില്ല എങ്കിൽ ദൈവത്തിന്റെ കയ്യിലായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് മരണവും അവന്റെ കയ്യിലേക്ക് തോക്ക് കൊടുക്കുന്നു. അങ്ങനെ അവനും തോക്ക് വെച്ച് സ്വയം വെടിവെക്കുന്നു. അതിൽ ബുള്ളറ്റ് ഉണ്ടായിരുന്നു. കൃത്യമായി തന്നെ അവന്റെ തലയിൽ അത് കൊള്ളുകയും ചെയ്യുന്നു. ഇത്തവണ അവൻ കണ്ണു തുറന്ന് കഴിയുമ്പോഴത്തേക്കും അവൻ സൂയിസൈഡ് ചെയ്യുവാനായിട്ട് നിൽക്കുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും അവനുള്ളത്. അപ്പോഴേക്കും അവന്റെ ഫോണിലേക്ക് ഒരു കോളും വരുന്നു. അത് അമ്മയുടെ കോളായിരുന്നു. അവൻ ആ കോളൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും അവൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന സൂയിസൈഡ് ചെയ്യുന്ന ലെറ്റർ ഒക്കെ പറന്നു പോകുകയാണ്. അതായത് അവനും അവന്റെ മനസ്സ് മാറ്റിയിരിക്കുന്നു. അപ്പോൾ അവന് മറ്റൊരു അവസരം കൂടി കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. അവൻ ആത്മഹത്യ ചെയ്ത് അവിടെ തന്നെയാണ് അവനിപ്പോൾ തിരിച്ചെത്തിയിട്ടുമുള്ളത്. സോ നിങ്ങളുടെ എല്ലാവരുടെയും സംശയം ശരി തന്നെയാണ്. അവന് ഒരിക്കൽ കൂടി ജീവിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ടയ്യുവും അപ്പോൾ മരിച്ചിട്ടില്ലല്ലോ എന്ന്. ഇതിന്റെ അകത്തെ വില്ലൻ മരിച്ചിട്ടില്ല. പക്ഷെ ആ ഒരു സ്റ്റോറിക്ക് ഈജയുടെ ലൈഫിൽ ഒരു പ്രാധാന്യവുമില്ല. അതായത് ഈജയും ടയ്യുവുമായിട്ട് യഥാർത്ഥത്തിൽ ഒരു ബന്ധവുമില്ല. ഈജ ഓരോരോ ശരീരങ്ങളിൽ കയറിയിട്ടുണ്ടായിരുന്നല്ലോ. അവരുടെ മാത്രം ശത്രുവാണ് ടയ്യു. ഈ ഒരു ഡ്രാമയുടെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പറയുന്നത് ഈജയുടെ സ്റ്റോറിയാണ്. അല്ലാതെ ഒരു നായകനും വില്ലനും തമ്മിലുള്ള സ്റ്റോറിയൊന്നും അല്ല. അതുകൊണ്ട് തന്നെ ഈജയും ടയ്യുവും തമ്മിൽ ഇനി ഒരു കണക്ഷനും ഉണ്ടാകുകയുമില്ല. ഈജ ആത്മഹത്യ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന കാര്യം അവൻ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവന് മറ്റൊരു അവസരമൊക്കെ ലഭിക്കുന്നതാണ് ഈ ഒരു സ്റ്റോറി. പിന്നെ പറയാനുള്ള കാര്യം ഈജ മറ്റുള്ള ആളുകളുടെ ബോഡിയിൽ കയറിയില്ല എങ്കിൽ പിന്നെ അവർക്ക് എന്തായിരിക്കും സംഭവിക്കുക എന്നതാണ്. യഥാർത്ഥത്തിൽ ഈച്ച അവരുടെ ബോഡിയിൽ കയറുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അല്ലാതെ അവരായിട്ട് തന്നെ നിന്നുകൊണ്ട് അവർ ആ ഒരു സിറ്റുവേഷനിൽ മറ്റേതെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമോ എന്ന കാര്യം നമുക്ക് അറിയുകയില്ല. സോ ഈ ഒരു ഡ്രാമ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഡ്രാമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ഡ്രാമയുമായിട്ട് എത്രയും വേഗം കാണാം. ബൈ.